بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك ورسولك سيدنا ومولانا محمد وعلى آل وأصحاب وأزواج وذريات وأحباب حبيبك ورسولك سيدنا ومولانا محمد صلى الله وسلم وبارك عليهم وعلى سائر الأنبياء والمرسلين وعباد الله الصالحين أجمعين أما بعد اللهم اهدنا هادين مهتدين غير ضالين ولا مضلين سلما لأوليائك وعدوا لأعدائك نحب بحبك من أحبك ونعادي بعداوتك من خالفك ആദരണീയരായ സാദാത്യങ്ങൾ, ബഹുമാന്യരായ ആദൂർ തങ്ങളടക്കമുള്ള സാദാത്യങ്ങൾ നമ്മുടെ വേദിയെ ധന്യമാക്കി മോളൂർ മദനി ഉസ്താദ്, മുഹിയുദ്ദീൻ സഅദി അടക്കമുള്ള ധാരാളം ആലിമീങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം സംഗമിച്ചത്, സംഘടിപ്പിച്ചത്, പറയുന്നത്, കേൾക്കുന്നത് എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല അമലുകളായി കബൂലാക്കി തരുമാറാവട്ടെ. താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദിന്റെ 5ാം ആണ്ട് പ്രാർത്ഥന മജ്‌ലിസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വേദിയിലാണ് നാം ഉള്ളത്. കർണാടക നിയമസഭയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ UT അബ്ദുൽ ഖാദർ സാഹിബ് കുറഞ്ഞ വാക്കുകളിൽ സംസാരിച്ചപ്പോൾ അത് ബേക്കൽ ഉസ്താദിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണം കൂടിയായി എന്നാണ് ഒരു ഫിൽജുംല തസവ്വുറിൽ എനിക്ക് മനസ്സിലായത്. ഉസ്താദിനെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൂടുതൽ ബേക്കൽ ഉസ്താദിനെ അനുഭവിച്ചവരാണ് നിങ്ങൾ. നിറഞ്ഞ പാണ്ഡിത്യം, എന്നാൽ കാട്ടിക്കൂട്ടലുകളോ ജാടകളോ ഇല്ലാതെ പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് കാട്ടിക്കൂട്ടലുകൾക്കൊന്നും താല്പര്യമില്ലാത്ത ഒരു നല്ല ആലിം എന്ന രീതിയിലാണ് ഞാൻ ബേക്കൽ ഉസ്താദിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദ് അവറുകളുടെ ബർസഖ് ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. നമ്മുടെ ഇൽമിയായ മജ്‌ലിസുകളൊക്കെ അല്ലാഹു കബൂലാക്കി അതിൻ്റെ മിസ്ല് സവാബ് ഉസ്താദിന് മുഇനിസായി റിഫഅത്തായി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, കുടുംബാംഗങ്ങൾ, ഉസ്താദിൻ്റെ പ്രിയപ്പെട്ടവർ, മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഇസ്സത്ത്, തൗഫീഖ്, ഹിദായത്ത് വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് പരന്നു കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ വിശിഷ്യ നിങ്ങളുടെ സാഹചര്യത്തിൽ ഇവിടുത്തെ സ്ഥിതിക്ക് പുതിയതായൊക്കെ രൂപപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ചില ബിസിനസ്സുകൾ, അതിനെക്കുറിച്ച് കൃത്യമായൊരു തസവ്വുറ് അതെന്താണ് എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ അടുത്ത് ലഭ്യമായിട്ടുണ്ടാവണമെന്നില്ല.
അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധിക്കേണ്ട മൊത്തത്തിൽ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നു. സംശയ നിവാരണത്തിന് അവസരം നൽകുമ്പോൾ നമ്മളൊരു വിഷയത്തിൻ്റെ ഹുക്മ് ശർഈയായ വിധി പറയണമെങ്കിൽ കൃത്യമായി ആ വിഷയം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഹഖീഖത്ത്, അതെന്താണ് സംഗതി, എന്താണത് കാര്യം എന്ന് തസവ്വുറാക്കുക, മനസ്സിലാക്കുക എന്നത് മർമ്മമാണല്ലോ. വിശിഷ്യ പുതിയ സംഭവങ്ങളുടെ വിധി പറയുമ്പോൾ സാമ്പത്തിക രംഗത്താണെങ്കിലും സാമൂഹ്യ രംഗത്താണെങ്കിലും ഒക്കെ പുതിയ സംഗതികളുടെ വിധി കൃത്യമായി പറയുമ്പോൾ അവിടെ ഏറ്റവും മർമ്മമായിട്ടുള്ളത് ആ വിഷയം എന്താണെന്ന് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ ഭാഷയിൽ തസവ്വുർ നമുക്കറിയാവുന്ന നമ്മുടെ ബാലപാഠത്തിൽപ്പെട്ടതാണ്. ഒരു കാര്യത്തിൻ്റെ ഹുക്മ് തസ്ദീഖ് നടത്തണമെങ്കിൽ 2-3 തസവ്വുർ ആവശ്യമാണ്. ഇപ്പൊ മഹ്കൂമുൻ അലൈഹി ഏതിനെക്കുറിച്ചാണ് അത് അനുവദനീയാണ് അല്ലെങ്കിൽ അനുവദനീയ അല്ല എന്ന് നമ്മൾ പറയേണ്ടത് ആ വിഷയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാലേ അതിനെക്കുറിച്ച് ഹുക്മ് പറയാൻ സാധിക്കും. അൽഹംദുലില്ലാഹ് നമ്മുടെ ഫിഖ്ഹ് സമ്പന്നമാണോ, നമ്മുടെ മുൻകാല അയിമ്മത്തുകളുടെ സേവനങ്ങൾ വളരെ വലുതാണ്. ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ ശർഈയായ വിധി എന്താണെന്ന് കണ്ടെത്താനുള്ള സൗകര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇമാമുൽ ഹറമൈനിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹും ശർഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഏതൊരു വിഷയം സംഭവിക്കുമ്പോഴും അതിൻ്റെ വിധി ഇന്നതാണ് എന്ന് നമുക്ക് മദ്ഹബിന്റെ അയിമ്മത്തുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ അല്ലാത്ത ഒരു സംഭവം അപൂർവങ്ങളിൽ അപൂർവം എന്ന രൂപത്തിലല്ലാതെ സംഭവിക്കൂല. എന്ത് സംഭവിച്ചാലും തുറാസിയായ പൂർവികരായ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിന്റെ വിധി കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ വിഷയം നമ്മുടെ അടുത്ത് ലഭ്യമാണ്. പക്ഷേ ആദ്യം നമ്മളൊരു വിഷയത്തിന്റെ ഹുക്മ് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ സംസാരം കേൾക്കുന്ന ഉലമാഇനോട്, മുതഅല്ലിങ്ങളോട്, സുഹൃത്തുക്കളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് സാമ്പത്തിക രംഗത്തേക്ക് മാത്രമല്ല, ഏതൊരു വിഷയത്തെക്കുറിച്ചും പുതിയ സാഹചര്യത്തിൽ നമ്മളത് വിധി പറയുമ്പോൾ ആദ്യം ആ സംഗതി എന്താണെന്ന് വിശദമായ ഒരു പഠനം ആവശ്യമാണ്. അതെന്താണെന്ന് കൃത്യമായിട്ടേ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഹുക്മ് പറയാൻ സാധിക്കും. അവിടെ തസവ്വുറിൽ മാറ്റം വന്നാൽ ഹുക്മ് മാറിപ്പോകും. അത് ഹുക്മിന്റെ തെറ്റല്ല, അവിടുത്തെ തസവ്വുറിന്റെ വിഷയം. മുമ്പ് ഒരാൾ വിളിച്ചിട്ട് ആൽക്കഹോളിന്റെ മസല ചോദിച്ചാൽ നജസാണോ അല്ലെന്ന് ചോദിച്ചു. കുറച്ച് മുമ്പ് ഞാൻ ഈ ഫോണിലൂടെയൊക്കെ ആകുമ്പോൾ പിന്നെ എൻ്റെ ഒരു ഹിക്മത്തുകളുണ്ട്. ഞാൻ മൂപ്പരോട് ചോദിച്ചാൽ അതെന്താണെന്ന്. ഇപ്പഴാണ് അത് ഈ പന്നിക്കൊയ്പ്പിന്ന് ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഫൈദൻ നജസ്, ഒരു ആര്യമാണ് എനിക്ക് വിളിച്ചത്. പറഞ്ഞു ഫൈദൻ നജസ്. ശരി, പന്നിക്കൊയ്പ്പ് ആണെങ്കിൽ നജസ് തന്നെയാണ്. സംഗതി ആൽക്കഹോൾ പന്നിക്കൊയ്പ്പല്ല. ആൽക്കഹോളിന്റെ വിവിധ ഇനങ്ങളും അതിന്റെ ഉപയോഗങ്ങളൊക്കെ അഖില വിജ്ഞാനകോശത്തിലും വിശ്വവിജ്ഞാനകോശത്തിലുമൊക്കെ മലയാളത്തിൽ തന്നെ, എൻ്റെ ഭാഷ മലയാളത്തിലാണ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ലഭ്യമാവുന്ന നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ കൃത്യമായി ലിഖിതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അത് പന്നിക്കൊയ്പ്പാണ് നനസാണെന്ന് പറഞ്ഞ് ഞാൻ ഫോണിലൂടെ ഒക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വെക്കും ചെയ്യും. അത് സാധനം എന്താന്ന് മൂപ്പരോട് ചോദിച്ചു. മൂപ്പര് ഇന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ നസാവും. സംഭവം അങ്ങനെയല്ല. അപ്പൊ ഈ തസവ്വുർ മർമ്മമാണ് സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ സംഘടിപ്പിച്ച ഒരു പണ്ഡിത ശില്പശാലയിൽ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. വിഷയാവതരണത്തിന് ശേഷം ഞാൻ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൃത്യമായ അത് നഖ്ദ് ആണോ, ഫിഖ്ഹിന്റെ ഭാഷയിൽ നഖ്ദ് ആണോ, അർള് ആണോ എന്നൊക്കെ കൃത്യമായ ഹുക്മ പറയണമെങ്കിൽ ഇനിയും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ധാരണയനുസരിച്ച് ഇങ്ങനെയൊക്കെ പറയാം. അതേസമയം ലോകരാഷ്ട്രങ്ങൾ പോലും ഭൂരിപക്ഷ രാഷ്ട്രങ്ങളും ഇപ്പോഴും അതൊരു നിയമപരമായി അംഗീകരിക്കാത്തതും അതിനെക്കുറിച്ച് ഇനിയും വ്യക്തത വരേണ്ടത് കൊണ്ടാണ്. ഇപ്പം ഇങ്ങനെ ഉണ്ടാവും ചില സംഗതികൾ. അതിൻ്റെ വ്യക്തത വന്നാലേ അതിൻ്റെ വിധി തീർത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഇപ്പം ഇവിടുത്തെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നൊന്നും ദയവായി ആരും കരുതരുത്. ഞാൻ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയും. മറ്റൊരു പ്രശ്നം, നിങ്ങൾ ഇന്നലെയും എനിക്ക് മംഗലാപുരത്തുനിന്നൊരു ഫോൺ കോൾ വന്നിരുന്ന ഒരു സാമ്പത്തിക ഇടപാടുമായി സംസാരിക്കാൻ. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞില്ല.
അപ്പൊ അതൊക്കെ കുറഞ്ഞ വാക്കുകളിലൂടെ ആകുമ്പോൾ അവർ പറയുന്നൊരു രീതി ഉണ്ടാകും, അതിനനുസരിച്ചായിരിക്കും വിഷയം വരിക. അപ്പൊ ചിലതൊന്നും ആ പറയുന്ന സംഗതി നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പറയുന്ന സംഗതി മനസ്സിലാക്കിയെടുക്കാൻ തന്നെ എനിക്ക് കുറെ സമയം വേണ്ടി വരും. ഇപ്പൊ സംശയ നിവാരണത്തിന്റെ ഘട്ടത്തിലൊക്കെ ചിലതൊക്കെ കൃത്യമായ തസവൂറില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തരം വിഷയങ്ങൾ നേരത്തെ കിട്ടിയാൽ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇതെല്ലാം ലൈവാണോ എനിക്കറിയില്ല, ലൈവാ? അപ്പൊ നേരത്തെ ചില വിഷയങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും, സംശയ നിവാരണം പറയുമ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ശേഖരിച്ചോളൂ, നേരത്തെ ശേഖരിച്ചിട്ട് ആ സംശയങ്ങൾ എനിക്ക് ലഭ്യമാക്കി തന്നോളൂ, എന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് വിശദമായി എഴുതാമല്ലോ. ഞാൻ സാധാരണക്കാരുടെ ക്ലാസ്സിലും സ്വീകരിക്കുന്ന രീതിയാണത്. സാധാരണക്കാരോടൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ സംശയം ചോദിച്ചോളി എന്ന് പറഞ്ഞാൽ മറുപടി തീർന്നിട്ട് നമുക്ക് പോരാൻ കഴിയൂല. കാരണം ഒരു വല്യപ്പാനോട് സംശയം ചോദിക്കാൻ പറഞ്ഞാൽ മൂപ്പര് അതിൻ്റെ അവസാനം ഒരു മിനിറ്റേ ചോദ്യം ഉണ്ടാവുള്ളൂ. മൂപ്പര് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ചെറുപ്പം മുതൽ കണ്ട് തുടങ്ങും. അരമണിക്കൂർ സഹിക്കാനാണെങ്കിൽ ക്ഷമ നമുക്ക് ഉണ്ടാവില്ല. അപ്പം അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്, തുടർ ക്ലാസ്സുകളിലോട്ട് ഞാൻ പറയും സംശയങ്ങളൊക്കെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ ആരെക്കൊണ്ട് എഴുതിപ്പിച്ചോളൂ. 10 പേജ് എഴുതിയാലും ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇങ്ങനെ 2 ആവർത്തി നോക്കിയ സംഭവം മനസ്സിലാകും. അപ്പം നേരത്തെ ഒരു കൃത്യമായ വിവരം കിട്ടാത്തത് കൊണ്ടും നമ്മൾ കുറച്ച് ഡേറ്റ് ഉറപ്പിച്ചത് കുറച്ച് ഈ പ്രാവശ്യം വൈകിയതായത് കൊണ്ടും അങ്ങനെ സംഭവം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തെരീഖത്ത് ശരിയും തെറ്റും എന്നൊരു വിഷയത്തെക്കുറിച്ച് തൃശ്ശൂർ ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വളരെ കാര്യബോധത്തോടെയുള്ള ഒരു ക്ലാസ്സിൽ സംബന്ധിച്ച് 2-2.5 മണിക്കൂർ ക്ലാസ് എടുത്തു. അവരോട് നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങളുമായുള്ള ഉലമാവിന് മാത്രം രജിസ്റ്റർ ചെയ്ത ഉലമാവിന് മാത്രമുള്ള ക്ലാസ്സാണ്. അവരുടെ മുഴുവൻ സംശയങ്ങളും നിങ്ങൾ ഒരാഴ്ച മുമ്പ് നേരത്തെ തന്നെ പരസ്യപ്പെടുത്തി കറക്ഷൻ ചെയ്തോളൂ. തെരീഖത്ത് തെറ്റും ശരി എന്ന വിഷയം സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉലമാവിൻ്റെ സംശയങ്ങളൊക്കെ നേരത്തെ കറക്ഷൻ ചെയ്ത് അത് ഒരു 2 ദിവസം മുമ്പ് എനിക്ക് എത്തിച്ചു തരിക, വാട്സപ്പിലിട്ടോളൂ. അങ്ങനെ ചെയ്തപ്പോൾ സുഖം കിട്ടിയത് അതിലെ പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ നമ്മുടെ അവതരണത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാ സംശയം അറിയിച്ച ആളുകളൊക്കെ അൽഹംദുലില്ലാ അതിനൊക്കെ മറുപടിയായി എന്ന് സന്തോഷം അറിയിക്കുകയും ചെയ്തു. ഞാനിത് പറയുന്നത് ഒരു മുൻകൂർ ജാമ്യെടുക്കുകയാണ്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും സംഗതി. സംശയ നിവാരണത്തിന് നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം കൂടി ഞാൻ മറുപടി ഇപ്പോൾ പറയൂല പെട്ടെന്ന്. കാരണം ആ വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കൃത്യമായി. ചിലത് നേരത്തെ എൻ്റെ അടുത്ത് അതിൻ്റെ തസവൂർ വിവരണം ഉണ്ടാകും, അപ്പം അതിനനുസരിച്ച് പറയും. അല്ല ഞാൻ മൊത്തത്തിൽ ചില വാബിത്ത് പറയും. ഇൻഷാ അല്ലാഹ് ഉലമാഇൻ്റെ വേദിയിൽ സൗകര്യം പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉലമാഇൻ്റെ അത്തരം സംശയങ്ങളൊക്കെ നേരത്തെ കറക്റ്റ് ചെയ്ത് ഒരു കൃത്യമായ ഉലമാഇനെ മാത്രം ഇരുത്തിക്കൊണ്ടുള്ള ഒരു ഉലമാഇൻ്റെ സംഗമവേദി, ഒരു പക്ഷേ ലൈവ് പോലും ഇല്ലാത്ത ഒരു കൃത്യമായ മുബാഹസയിലായിരിക്കും അത്തരം ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പറയാൻ അവസരം ഉണ്ടാകുക എന്നാണ് എൻ്റെ ധാരണ. സമ്പത്ത് നമുക്കറിയാമല്ലോ, ഇസ്ലാമിക നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമ്പത്ത്. സമ്പത്ത് ചെറുതൊന്നുമല്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ആമുഖത്തിൽ തന്നെ നുബുവത്ത് റിസാലത്തിലൂടെയുള്ള നുബുവത്ത് റിസാലത്തിന്റെ ബിഅസത്തിന്റെ ഉറവ് വിശദീകരിച്ചപ്പോൾ എന്തിനാണ് അല്ലാഹു തആല നബിമാരെ നിയോഗിച്ചത്, എന്തിനാണ് റസൂലുകളെ പറഞ്ഞയച്ചത് എന്ന സംഗതി പറയുമ്പോൾ തന്നെ അവിടെ പറഞ്ഞു കാണും. ബിഅസത്തിന്റെ ഉറവ് പ്രധാനമായും ഇന്നൽ വറള മിനൽ ബിഅസത്തി ഇന്തിളാമു അംരിൽ മആശി വൽ മആദ് ബികമാലിൽ ഖുവൻ നുത്ഖിയ വമുകമ്മിലുഹാ അൽ ഇബാദാത്തു والشهوية ومكملها غذاء ونحوه المعاملات ووطئا ونحوه المناكحات والولبية ومكملها التحرز للجنايات. معاش معاد إيها para ഭൗതികവും അല്ലെങ്കിൽ ദുന്യവിയായ ജീവിതവും അതിനപ്പുറം മരണശേഷമുള്ള ജീവിതവും രണ്ടിൻ്റെയും കൃത്യമായ സന്തോഷവും വിജയവും മനുഷ്യജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യമായ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. നബിമാരെ മുർസലീങ്ങൾ അയച്ചതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഹിക്മത്തുകളിൽ ഒന്ന് ഏറ്റവും മർമ്മമായത് ഇന്തിളാമു അംരിൽ മആശുൽ മആദ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്, അതിൻ്റെ മറ്റൊരു ഭാഗമാണ് സാമ്പത്തിക ഇടപാടുകൾ എന്ന് ആമുഖത്തിൽ തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തുഹഫയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫിഖ്ഹിന്റെ
പ്രധാനമായ ഒരു ഭാഗം, രണ്ടാം ഭാഗം നമ്മൾ 4 ഭാഗമായി പറയുമ്പോൾ ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായ ഒരു ഭാഗം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ്. സമ്പത്തിനെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഭൗതിക ജീവിതത്തിന്റെ മുഖ്യ അവലംബവും ആശ്രയവും എന്ന നിലക്ക് തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ആമുഖം നീട്ടി പറയുന്നില്ല, വിഷയ മസാലകളിലേക്ക് കടക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 5-ാം വചനം, വലാ തുഅ്തു സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. സമ്പത്ത് ദുർവ്യായം ചെയ്യപ്പെടാൻ, തെറ്റായ വഴിയിൽ ഉപയോഗിക്കപ്പെടാൻ, കാര്യബോധമില്ലാതെ ഉപയോഗിക്കപ്പെടാൻ നിമിത്തമാകുന്ന വിധത്തിൽ അത് അത്തരം ഒരു വിവേകമില്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞിടത്ത് ഖിയാമൻ എന്നാണ് സമ്പത്തിനെ വിശേഷിപ്പിച്ചത്. ഭൗതിക ജീവിതത്തിന്റെ നിലനിൽപ്പ്, ഭൗതിക ജീവിതത്തിന്റെ ആശ്രയവും പ്രധാന അവലംബവും അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമം അനുസരിച്ച് എന്നർത്ഥം. ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ അവിടെ വിശദീകരിച്ചത് കാണാം. മഅനാഹു അന്നഹു ലാ യഹ്സുലു ലക്കും ഖിയാമുക്കും വലാ മആശുക്കും ഇല്ലാ ബിഹാദൽ മാൽ. അള്ളാഹു ഭൗതിക ലോകത്ത് നിശ്ചയിച്ച കാര്യകാരണ ബന്ധങ്ങളുടെ പൊതു സ്വഭാവം അനുസരിച്ച് നിങ്ങളുടെ ഭൗതിക ജീവിതം നിലനിൽക്കാൻ സമ്പത്ത്, ധനം ആവശ്യമാണ്. അതില്ലാതെ സാധാരണഗതിയിൽ നടക്കൂല. അപ്പോ കൃത്യമായി സമ്പത്തിന് നല്ല ഒരു ഇടം, ഒരു പരിഗണന ഇസ്ലാമിൽ ഉണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുന്നത് തെറ്റായ സംഗതിയൊന്നുമല്ല. ഇതിപ്പോ വയല് പറഞ്ഞ് ക്ലാസ് എടുത്ത് തരേണ്ട കാര്യമില്ല. പണം ഉണ്ടാക്കുന്നവരൊന്നും ക്ലാസ്സോ വയലോ കേട്ടിട്ടുണ്ടാക്കിയൊന്നുമല്ല. അതിനിപ്പോ ക്ലാസിന്റെ ആവശ്യമില്ല. എന്നാലും ചിലതൊന്നും പറ്റില്ല, അത് ശരിയല്ല എന്ന് പറയുമ്പോ ചിലരെങ്കിലും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൂടാ. സാമ്പത്തിക രംഗം എന്ത് ഉസ്താദ്മാരോട് ചോദിച്ചാലും ഒരു പറ്റൂല എന്നേ പറയുള്ളൂ. ഇന്ന് പൊതുവെ ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, സാധാരണക്കാർക്കൊരു ധാരണയുണ്ട്. അത് പണ്ഡിതന്മാർക്കും പകർന്നിട്ടുണ്ടോ എന്ന് അറിയൂല. സാധാരണക്കാരുടെ ഒരു രീതി സാമ്പത്തിക രംഗമൊന്നും കൂടുതൽ ചോദിക്കൂല. കാരണം അത് ഉസ്താദിനോട് ചോദിച്ചാൽ എങ്ങനെയായാലും അവസാനം പറ്റലുണ്ടാവില്ല, പിന്നെ ചോദിച്ചു കൊടുക്കണ്ടല്ലോ. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ ഒരു കുറച്ചൊക്കെ ആക്കി റെഡിയാക്കിയൊക്കെ വെച്ച് അതിന്റെ ബാക്കിയേ ചോദിക്കുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യോ ഉസ്താദേ, ഞാൻ അതിൽ പൈസ കൊടുത്തു പോയല്ലോ എന്നുള്ളടത്ത് കഴുത്ത്. അപൂർവം ചിലര് മാത്രം. ഇന്ന് ഞാനിവിടെ വന്നതിന്റെ ശേഷം ബേക്കൽ ഉസ്താദിന്റെ മകന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ രാവിലെ പാലക്കാട് നിന്നുള്ള ഒരു സഹോദരൻ സാമ്പത്തികമായി ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ കുറച്ച് തിരക്കിലാണ്, മറുപടി പറയാൻ കഴിയില്ല, വാട്സപ്പിൽ ബന്ധപ്പെട്ടോളൂ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം 2-3 സംശയങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് മറുപടി കൊടുത്തു. അതൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ആ തുടങ്ങാൻ ഉദ്ദേശിച്ച ബിസിനസ്സിൽ സാമ്പത്തികമായി ഇസ്ലാം ഷർമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പിൽ മറുപടി കൊടുക്കാൻ തയ്യാറായത്. പൊതുവെ ഫോണിലൂടെയും വാട്സപ്പിലൂടെയും അങ്ങനെ മറുപടി അത്ര പറയാറില്ല. പക്ഷെ ഇദ്ദേഹം ഒരു സാമ്പത്തിക ഇടപാട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉസ്താദെ, തുടങ്ങിയിട്ടില്ല. അതിൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ആഖിറത്തിൽ പ്രയാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊരു താല്പര്യം തോന്നി. അപ്പൊ അദ്ദേഹത്തിന് നസീഹത്ത് ചെയ്യൽ നമ്മുടെ ആവശ്യമായി മാറി. ഇത് ചോദിക്കാതെ ചെയ്താൽ പൗതിയൊക്കെ ചൂട്ട് ചോദിക്കുമ്പോൾ പിന്നെ വേഗം ദേഷ്യ വരിക. ദേഷ്യം പിടിക്കാൻ പാടില്ലെങ്കിൽ പോലും ചിലയിടത്ത് ദേഷ്യം വേണമല്ലോ താനും. അപ്പോ ഇങ്ങനെ സാമ്പത്തിക രംഗങ്ങളെ കുറിച്ച്, ഇടപാടുകളെ കുറിച്ച് ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് പറ്റില്ലാതെ പറയൂ എന്ന് ചില സാധാരണക്കാർ ധരിച്ചു വെക്കുകയും അത് ഇസ്ലാമിനെ മൊത്തമായി സാമ്പത്തിക രംഗം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവരുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ദീനുൽ ഇസ്ലാം സമ്പത്തിന്, ധനം, പണം അതിന് വളരെ പരിഗണന നൽകിയിട്ടുണ്ട്. മുസ്ലിമിന് പണം സമ്പാദിക്കാം നല്ല ഹലാലായ രൂപത്തിലൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച എൻ്റെ സംസാരം കേൾക്കുന്ന, നേരിട്ടും പിന്നീടൊക്കെ കേൾക്കുന്ന സാധാരണക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സാധാരണക്കാർ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ് പൂർണ്ണമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് വിധേയപ്പെടണം. മുസ്ലിങ്ങളിൽ തന്നെ പലരും ഇസ്ലാം എന്ന് പറയുമ്പോൾ ചില ഇബാദത്തുകളിലൊക്കെ പരിമിതപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചില തീരുമാനങ്ങൾ, അതിനിപ്പോ എന്താ തെറ്റ്, അതിനിപ്പോ എന്താ കുഴപ്പം, അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സ്വയം തീരുമാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
അതിലൊക്കെ കുഴപ്പം. ചില ഉസ്താദുമാർ ചില മസലകൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ സാധാരണക്കാരായ ചിലർ, എല്ലാവരുമല്ല, അതിലാ കുഴപ്പമൊന്നുമില്ല, അതിനിപ്പോ എന്താ പ്രശ്നം, അതിൽ തെറ്റും ഞാൻ നോക്കിയിട്ട് അതിലൊരു തെറ്റും കാണാനില്ലല്ലോ, അതൊക്കെ ഒരു നല്ല സംഗതിയല്ലേ. ഇങ്ങനെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നതിൻ്റെ മാനദണ്ഡം അവനവൻ്റെ സ്വന്തം തീരുമാനങ്ങളും യുക്തിയും ബുദ്ധിയും അതൊക്കെയാക്കി മാറ്റുന്നൊരവസ്ഥയിലേക്ക്, ഒരു ജനറൽ മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, ആ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ തന്നെ മാറിപ്പോകുന്നുണ്ടോ എന്നത് അതാണ് ഏറ്റവും വലിയ മർമ്മമായ അപകടഭാഗം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് അന്തിമമായി മുസ്ലിമിന് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നതിൻ്റെ മാനദണ്ഡം അള്ളാഹുവിൻ്റെ നിശ്ചയം എന്താണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പഠിപ്പിച്ചത്, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങൾ അത് ഇമാമുകൾ എങ്ങനെയാണ് വിശദീകരിച്ചു തന്നത്, ഇതാണ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നതിൻ്റെ മുസ്ലിമിൻ്റെ മാനദണ്ഡം. അൽ ഹസനു മാ ഹസനഹുല്ലാഹ് വൽ ഖബീഹു മാ ഖബ്ബഹഹുല്ലാഹ്. കേവലം ഒരു കാര്യം ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുന്നതാണെന്നോ ആഖിറത്തിൽ പ്രതിഫലാർഹമാണെന്നോ ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ സാധിക്കൂല, പറ്റില്ല, പാടില്ല. മറിച്ച് ആഖിറത്തിൽ അത് പ്രതിഫലാർഹമാണ്, അത് ശരിയാണ്, അത് നന്മയാണ് എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയും, അതിന് ആഖിറത്തിൽ ശിക്ഷയുണ്ട്, ചെയ്യരുത് എന്ന് അള്ളാഹു നിശ്ചയിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. അതുകൊണ്ട് എൻ്റെ സ്വന്തത്തോടും എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാരോടൊക്കെ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സത്യവാചകം മനസ്സറിഞ്ഞ് നെഞ്ചേറ്റിയവർ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് ഇബാദത്താണെങ്കിലും സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും വൈവാഹിക പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ഏതൊരു വിഷയവും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ സ്വയം ബുദ്ധി കൊണ്ട് വിലയിരുത്തുക. ആ രീതി നമുക്ക് പറ്റില്ല. ചിലരങ്ങനെയുണ്ട്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലപ്പോൾ ചൊല്ലിയേക്കും. അവരുടെ ഇലാഹായി അവരുടെ സ്വന്തം മനസ്സിനെയാണ് അവർ സങ്കല്പിക്കുന്നത്. അവരുടെ മനസ്സിന് ശരിയാന്ന് തോന്നിയാൽ പിന്നെ അത് ശരി, അവരുടെ മനസ്സിന് തെറ്റാന്ന് തോന്നിയാൽ അത് തെറ്റ്. ഇത് മുസ്ലിമിന് പറ്റിയതല്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഏതൊരു വിഷയത്തിലും ഏർപ്പെടുമ്പോൾ, സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ, ആ വിഷയത്തിന്റെ ഇസ്ലാമികമായ നിയമം എന്താണെന്ന് അറിയുന്ന ആളുകളോട് ചോദിച്ചറിഞ്ഞ്, നമ്മേക്കാൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചവരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസ്തനായ ഒരു പണ്ഡിതനെ സമീപിച്ച് ആ സംഗതി കൃത്യമായി വിവരിച്ചു കൊടുത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷമേ മുസ്ലിങ്ങൾ ഒരു കാര്യവുമായി ഇടപെടാൻ പാടുള്ളൂ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയോടുള്ള നീതിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവർ വിശദീകരിക്കുന്നത് കാണാം. മറ്റ് അയിമ്മത്തുകളൊക്കെ അത് അംഗീകരിച്ചതുമാണ്. ഫവായിദുൽ ബഖീൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിം ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം അനുസരിച്ച് അത് ഹലാലാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കാതെ മുസ്ലിം ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം തീരുമാനിക്കാതെ അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്ന് നമ്മേക്കാൾ അറിവുള്ള വിശ്വസ്തരായ ആലിമീങ്ങളോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ സാധാരണക്കാർ മുസ്ലിങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവൂ എന്ന് ഞാൻ നസീഹത്ത് ചെയ്യുകയാണ്. പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ബൃഹത്തായി വിശദമായി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ പരാമർശിച്ചിട്ടുള്ളതാണ്. അതൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ലക്ഷ്യം. എന്നാലും ചില സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്തോന്ന് എനിക്കറിയൂല. അതിൻ്റെ മുന്നും പിന്നും നോക്കാതെ പെട്ടെന്ന് ചാടി വീണു പോകുന്ന ഒരു സ്വഭാവം ചില പണ്ഡിതർക്കുമുണ്ടെന്ന് തോന്നിപ്പോകാറുണ്ട്. ചില ബിസിനസ്സുകളെ കുറിച്ചൊക്കെ സാധാരണക്കാരും അല്ലാത്തവരും ചോദിക്കുമ്പോൾ അതിൽ ഉസ്താദുമാരാണ് കൂടുതലുള്ളത് എന്ന് അവർ പറയാറുണ്ട്. അത് പല അർത്ഥത്തിലാവും. അത് കുഴപ്പമില്ല എന്നുള്ളൊരു മറുപടി നമ്മളിൽ നിന്ന് കിട്ടാൻ വേണ്ടി വെക്കുന്നതാവാം. ചിലപ്പോൾ അവർക്ക് അവരുടെ മനസ്സിലൊരു ആശങ്കയുണ്ട്, എന്നിട്ട് എന്താണ് ഈ ഉസ്താദുമാർ ഇങ്ങനെ തീ കൂടിക്കണേ എന്നത് ആവാം. അതുകൊണ്ട് വിശിഷ്യ ബേക്കൽ ഉസ്താദിന്റെ പ്രാർത്ഥനാ മജ്‌ലിസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഒരു പണ്ഡിത സംഗമത്തിൽ ഉസ്താദിന്റെ രീതിയും കൂടി അറിയുന്ന ശിഷ്യന്മാരെയും അല്ലാത്തവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സാമ്പത്തിക രംഗത്ത്
സംശയകരമായ കാര്യങ്ങളിൽ നിന്ന് പോലും ഇടപാടുകളിൽ നിന്നും പോലും വിട്ടു നിൽക്കാൻ ഉലമാ പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം. അത് ആലിം എന്ന നിലക്ക് പാലിക്കേണ്ട ഒരു ബാധ്യതയാണ്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പറയേണ്ടവരാണ്. ദീൻ പറയേണ്ട, ഞാൻ നേരത്തെ സാധാരണക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, വിശ്വസ്തരായ ആലിമീങ്ങളോട് ചോദിച്ചറിഞ്ഞ് ചെയ്യണം. നമ്മളിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടാൽ അത് മൊത്തം ഉമ്മത്തിനെയും ഉമ്മത്തിന്റെ ധാർമ്മിക അന്തരീക്ഷത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് ആലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദാബുകൾ വിശദീകരിച്ചപ്പോൾ ഇമാം ബദർ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു തദ്കിറയിൽ എഴുതി വെച്ചത് കാണാം. മിൻ ആദാബിൽ ഉലമാഇ അൻ യതനസ്സഹ അൻ ദനീഇൽ മകാസിബി വറദീലിഹാ വഅൻ മക്റൂഹാതിഹാ ശർഅൻ വഉർഫൻ. ആലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, യതനസ്സഹ, അവർ വിശുദ്ധമായി മാറി നിൽക്കണം, അവർ വിശുദ്ധരാവണം, അവർ വിട്ടു നിൽക്കണം, അവരകന്നു നിൽക്കണം. അൻ ദനീഇൽ മകാസിബ്, നിലവാരം കുറഞ്ഞ ജോലികളിൽ നിന്നും നിലവാരം കുറഞ്ഞ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും അവർ വിട്ടു നിൽക്കണം. വറദീലിഹാ വഅൻ മക്റൂഹാതിഹാ ശർഅൻ വഉർഫൻ, ശരീഅത്തിന്റെ നിയമമനുസരിച്ചും വഉർഫൻ, പൊതു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും വിമർശിക്കപ്പെടുന്ന ശരിയല്ല എന്ന് ധാരണയുള്ള ഇടപാടുകളിൽ നിന്ന് ആലിമീങ്ങൾ വിട്ടു നിൽക്കണം. ചില ഇടപാടുകളൊക്കെ അത് ശരിയല്ലാതെ സാധാരണക്കാരന്റെ മനസ്സിലാക്കി തുടങ്ങുന്ന ചില സംഗതിയുണ്ട്. അത്തരം ഇടപാടുകളിൽ ആലിമീങ്ങൾ കണ്ണികളായാൽ, ആലിമീങ്ങൾ അതിന്റെ പ്രചാരകരായാൽ, അതിലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരും എന്നതുകൊണ്ട് മാത്രം ആലിമീങ്ങൾ അതിൽ പെട്ടുപോയാൽ അത് നമുക്കും നമ്മുടെ ദീനീ പ്രവർത്തനത്തെയും ബാധിക്കും. മസ്അല പറയുന്നതിന്റെ മുമ്പ് വമിൻ ആദാബിൽ ഉലമാഇ അൻ യതനസ്സഹ അൻ ദനീഇൽ മകാസിബി വറസീലിഹാ വമക്റൂഹാതിഹാ ശർഅൻ വഉർഫൻ എന്ന് ബദർ ഇബ്നു ജമാഅ റഹ്മഹുല്ലാഹ് തദ്കിറയിൽ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ്. അത് പ്രത്യേകം പറയാനൊരു കാരണം, എന്നോട് ഈ ഭാഗത്തിൽ നിന്നുള്ള ചോദിക്കപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അതിൽ ഉസ്താദുമാരാണ് കൂടുതൽ അംഗങ്ങൾ എന്നും, അല്ലാതെ ഉസ്താദുമാർ മാത്രം നടത്തുന്ന സംഗതിയാണ് എന്ന് വരെ ചിലർ വിവരണം നൽകി ഇത് ഞാൻ ഓർക്കുകയാണ്. ഇനി പറയട്ടെ, പണം ഉണ്ടാക്കാം, നല്ല അള്ളാഹു ഹലാൽ എന്ന് പറഞ്ഞപ്പോൾ അതാ പറഞ്ഞ അള്ളാഹ് അനുവദിച്ച രൂപത്തിലൂടെ പണം ഉണ്ടാക്കുക, അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട വഴികളിൽ ചെലവാക്കുക, നല്ല സംഗതിയാണ്, നല്ല ഭാഗ്യമുള്ള സംഗതിയാണ്. രണ്ട് കാര്യങ്ങളിലാണല്ലോ അതെനിക്കും വേണമെന്ന ആഗ്രഹം നല്ലതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ, അദ്ദേഹത്തിനുള്ളതുപോലെ എനിക്കുണ്ടാവണം, എനിക്കും അദ്ദേഹത്തെ പോലെ ആവണം എന്ന താല്പര്യം രണ്ട് കാര്യങ്ങളിൽ അഭിനന്ദനീയമാണ്. ഒന്നേതാ, സഹീഹ് ബുഖാരിയുടെ ഒരു റിവായത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് റജുലിൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹൽഖതിഹി ഫിൽ ഹഖ്, നന്മയുടെ വഴിയിലൂടെ സമ്പാദിക്കുകയും നന്മകളിൽ അത് ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പണക്കാരനെ കാണുമ്പോൾ അറിയുമ്പോൾ എനിക്കും അതുപോലെ ഒരു പണക്കാരനാവണമെന്ന ചിന്ത തെറ്റല്ല, അത് അഭിനന്ദനീയമാണ്. മറ്റൊന്ന് അള്ളാഹുവിന്റെ ദീന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ള ഇൽമും ഹിക്മത്തും ഒരാൾ പഠിക്കുകയും അത് അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് കേൾക്കുമ്പോൾ അറിയുമ്പോൾ അതുപോലെ എനിക്കുമാവണമെന്ന ആഗ്രഹം വളരെ അഭിനന്ദനീയമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആലിമീങ്ങൾ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ പോയി നമ്മുടെ മേഖല തെറ്റണ്ട. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ചെറുശ്ശോല ഉസ്താദ് അള്ളാഹു അടുത്ത ബർസഖ് ജീവിതത്തെ റാഹത്ത് വർദ്ധിപ്പിച്ച് നൽകട്ടെ. അത് പറയുമ്പോൾ അങ്ങനെ നീണ്ടുപോകും. പല കാര്യങ്ങളിലും ചില വിഷയങ്ങളിലൊക്കെ ആകുമ്പോൾ പൈസ ഉണ്ടാക്കുന്ന സംഗതിയാണെങ്കിൽ വാപ്പ പറയും എൻ്റെ കുട്ടി അതിൽ ഏർപ്പെടണ്ട, നമ്മൾ ആ മേഖലയ്ക്ക് തിരിഞ്ഞിട്ടല്ല. ഒരു അസ്മാ ഒരു മൂലയിൽ പഠിപ്പിക്കാൻ വന്നു, പറയുമ്പോൾ പിന്നെ മുഴുവൻ പറയണല്ലോ, അല്ലാതെ ചെയിൻ ബിസിനസ്സിൽ കണ്ണിയാണിനെ കുറിച്ചല്ല കേട്ടോ. അപ്പോൾ ഒരാൾ, ഞാൻ അദ്ദേഹത്തിന് തെഷിരാഫുലാഖു റിസാലയൊക്കെ ഓതി കൊടുത്ത് വീട്ടിലെ മുദരിസായതിൻ്റെ ശേഷം വീട്ടിൽ വെള്ളിയാഴ്ചകളിൽ വന്നിട്ട്, അദ്ദേഹം നല്ലൊരു മുദരിസാണ്, അദ്ദേഹം കിതാബ് അറിയുന്ന ആളാണ്, കൂടെ ചില ചികിത്സാ രീതികൾ അസ്മാവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് തശാഫുലാഖു റിസാലയൊക്കെ ഓതി കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ജസാ അദ്ദേഹം എനിക്ക് ഉദ്ദേശിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ കുറച്ച് ഇത് പഠിപ്പിച്ചു തരാം, ചികിത്സ ഈ രീതികളൊക്കെ മഹലിലൊക്കെ നിൽക്കുമ്പോൾ ഉപകാരപ്പെടുമല്ലോ. അപ്പം അദ്ദേഹം ഏതായാലും നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഓതിയെടുക്കുകയാണ്. അതേമാതിരി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇനിയും ഞാൻ വരാറാണ്. ആയിക്കോട്ടെ എഴുതി. പിന്നീട് ഞാൻ അതിൽ ചില സംശയങ്ങൾ വന്നപ്പോൾ വാപ്പാട് ചോദിച്ചു. വാപ്പ പറഞ്ഞു, നിന്റെ കുട്ടിപ്പാവൊന്നും പഠിച്ചണ്ട, അതൊക്കെ പൈസ ഇട്ടുന്ന സംഗതിയാണ്,
അത് പഠിച്ചാൽ പിന്നെ മനസ്സ് ദുനിയാവുമ്മക്കാവും, പിന്നെ അതിന് സമയം കളയും. എൻ്റെ കുട്ടിയിൽ ഷറഈയായി ഇസ്തിഖാറായ മതി, ബുൽഗത്ത് അല്ലാഹ് തന്നോളൂ പറഞ്ഞു. ഞാൻ അവിടെ നിർത്തിയ പരിപാടി അവിടെ നിർത്തി. മൂപ്പരോട് പിറ്റത്തയച്ചു വന്നപ്പോൾ പറഞ്ഞ് അത് അതിനേക്കാളും വേറെ ചില സംഗതികളാണ് വാപ്പ നിർദ്ദേശം വേണ്ടാന്ന് വെച്ച് മൂപ്പരോട് പറയുന്നത് തെറ്റായത് കൊണ്ടല്ല. മൂപ്പരോട് പറഞ്ഞു വാപ്പാൻ്റെ വാക്ക് ഇങ്ങനെയാണ്, അത് കാശുണ്ടാകുന്നൊരു മേഖല ആകുമ്പോൾ പിന്നെ കൂടുതൽ സമയം അയിമക്ക് ഛർദ്ദിച്ചു പോകും, കാരണം പടം വരുമല്ലോ, അയിമക്ക് ഛർദ്ദിച്ചു പോകും. അപ്പം അത് വേണ്ട, ഷറഈയായ ഇൽമിൽ അല്ലാഹു തറക്കി നൽകട്ടെ, ബുൽഗത്ത് അല്ലാഹ് തന്നോളും, ബേജാറാണ്ടാന്ന് പറഞ്ഞു. ഞാൻ അതോടുകൂടി ആ പണി നിർത്തിയത്. ഇപ്പം പഴയകാല ഉസ്താദുമാരുടെ രീതിയാണത്. ഭൗതിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളൊരു കിഫായത്തിൻ്റെ ഖദർ ബുൽഗത്ത് ഇൻഷാ അള്ളാഹു നമ്മൾ കൃത്യമായൊരു തവക്കുലുണ്ടെങ്കിൽ അള്ളാഹു തരും, കഷ്ടപ്പെടുത്തൂല. പണത്തോടുള്ള ഒരു ഹിർസ് നമുക്കത്ര നല്ലതല്ല, കാരണം അത് നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കും. അതേസമയം ഹലാലായ രൂപത്തിലുള്ള പണം ഉണ്ടാക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. നിഅ്മൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി, നല്ല മനുഷ്യന് നല്ല പണം ഭാഗ്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ച ദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗമാണത്. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുകയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ വിട്ടിട്ട് അവരെ വിളിപ്പിച്ചു. അങ്ങനെ മുത്തനബിയുടെ മുന്നിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ അംറു ഇന്നി ഉരീദു അൻ അബ്അസക ഇലാ ജിഹത്തിൻ വഅർഗബു ലക ഫിൽ മാലി റഗ്ബത്തൻ സ്വാലിഹ്. അംറേ, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാം, നിങ്ങൾക്ക് നല്ല മാല് ധനം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേട്ടപ്പോൾ അംറു ബിൻ ആസ് തങ്ങൾക്കൊരു ബേജാറ്, ഒരു പേടി. അവിടുന്ന് പറഞ്ഞു, ലം ഉസ്ലിം റഗ്ബത്തൻ ഫിൽ മാലി യാ റസൂലല്ലാഹ്. ചിലരൊക്കെ ധനമോഹം കൊണ്ട് ഇസ്ലാമാകുന്ന ചില സാഹചര്യങ്ങൾ ചില ഘട്ടത്തിലുണ്ട്. ലം ഉസ്ലിം റഗ്ബത്തൻ ഫിൽ മാലി യാ റസൂലല്ലാഹ്, ധനമോഹമല്ല ഇന്ന ഇസ്ലാമിൽ എത്തിച്ചത്. ഹക്ക്, സത്യത്തിൽ അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള വല്ലാത്ത താല്പര്യമാണ് എന്നെ ഇസ്ലാമിൽ എത്തിച്ചത്. എനിക്കങ്ങനെ ധനത്തോട് മോഹമില്ല. അത് പറഞ്ഞപ്പോൾ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിഅ്മൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി, നല്ല മനുഷ്യന് നല്ല ധനം, അല്ലാഹ് ഇഷ്ടപ്പെട്ട ധനം, ഹലാലായ മാർഗത്തിലൂടെ ലഭിച്ച ധനം ഭാഗ്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ ഭാഗം നീട്ടിപ്പറ്റി പറയുന്നില്ല. ഇത് പറയുമ്പോൾ മാല് സ്വതന്ത്രമായി വിലയിരുത്തുമ്പോൾ അത് ഖൈറ് ഷെറ് ഒറ്റടിക്ക് അങ്ങനെ പറഞ്ഞുകൂടാ എന്നും, മാലിന് ധാരാളം ധനം മുഖേന ഒരുപാട് ഖൈറുകളും എന്നാൽ ധനം മുഖേന പലപ്പോഴും വലിയ നാശങ്ങളും സംഭവിക്കുമെന്നുള്ള കൂടുതൽ വിവരണം ഇബ്നു ഹജൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു കിതാബു സവാജിറിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ആ ഭാഗം വായിക്കണം. ലിൽ മാലി ഫവായിദു ദീനിയ്യ വ ദുന്യവിയ്യ, സമ്പത്തുള്ളവർക്ക് മാത്രം നേടാവുന്ന ഒരുപാട് പുണ്യങ്ങൾ ഇസ്ലാമിലുണ്ട്. വിശപ്പടക്കാൻ മാർഗമില്ലാത്തവർക്ക് ഭക്ഷണത്തിലുള്ള വക ഉണ്ടാക്കി കൊടുക്കൽ സമ്പന്നർക്ക് അള്ളാഹു നിശ്ചയിച്ച ഫർളായ കർമ്മമാണ്. വലിയ പ്രതിഫലമുള്ള സംഗതിയാണ്. അത് പണക്കാരെ കൊണ്ടേ ചെയ്യാൻ സാധിക്കും. വീട് വെക്കാൻ കഴിയാതെ അനുയോജ്യമായ ആവശ്യത്തിനുള്ളൊരു വീട് വെക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവരൊരു നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വീട് വെക്കാനുള്ള പണം നൽകൽ അതാത് നാട്ടിലുള്ള മയാസുറുൽ മുസ്ലിമീൻ, മുസ്ലിം ധനികർ ചെയ്യേണ്ട ക്രമമാണെന്നും അതവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്നതാണെന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പണക്കാർക്കേ ചെയ്യാൻ സാധിക്കും. ഗഡിയിൽ ആലിമീങ്ങളുടെ മുത്താലിങ്ങളുടെ ശബ്ദക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാമിൽ ഹക്കുൽ മാലും ഹക്കുൽ വനിയും രണ്ടുണ്ട്. ഇതെല്ലാം കൂടി സക്കാത്തിലേക്ക് ചുരുക്കി കെട്ടുന്ന ഒരു സ്വഭാവം ചില പണ്ഡിതരുടെ പ്രഭാഷണങ്ങളിൽ വന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആലിമീങ്ങളെ മജ്‌ലിസിലാണല്ലോ പറയാറ്. ലൈവ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും കേൾക്കുമായിക്കോട്ടെ, എല്ലാം ചെയ്യണേ. അപ്പോ സക്കാത്ത് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു സമ്പന്നന്റെ ബാധ്യത. സക്കാത്ത് ഹക്കുൽ മാലാണ്. സക്കാത്ത് ഹക്കുൽ മാല എന്നാൽ നിശ്ചിത ധനത്തിന്റെ പേരിൽ വരുന്ന ഒരു ബാധ്യതയാണ്. ആ നിശ്ചിത ധനം നിബന്ധനയൊത്ത രൂപത്തിൽ ഒരാളുടെ ഉടമാവകാശത്തിലുണ്ടായാൽ അദ്ദേഹം പാവപ്പെട്ടവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ധനികനാണെങ്കിലും സക്കാത്ത് നിർബന്ധമാകും. 20 മിസ്കാൽ സ്വർണം ഒരാളുടെ ഉടമയിൽ സക്കാത്ത് നിർബന്ധമാകുന്ന രൂപത്തിലുണ്ടെങ്കിൽ അയാൾക്ക് വർഷം പൂർത്തിയായിട്ടുണ്ട്, അയാൾക്ക് ഭക്ഷണത്തിന് വകയില്ല, വീടില്ല, ഒരുപാട് കടങ്ങളുണ്ട്, എന്നാലും അയാൾ അതിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. ഒരു കച്ചവടക്കാരന് വർഷം പൂർത്തിയാവുമ്പോൾ നിസ്വാബുണ്ടെങ്കിൽ എന്റെ 2% സക്കാത്ത് കൊടുക്കണം. അയാൾ കോടികളുടെ കടബാധ്യതയുള്ളവനാണെങ്കിലും സക്കാത്ത് നിർബന്ധം.
ആ കടം വീട്ടാൻ വേറെ മാർഗമില്ലെങ്കിലും ഇതിന്റെ സക്കാത്ത് കൊടുക്കണം. കാരണം സക്കാത്ത് എന്നത് ഹഖുൽ മാൽ, നിശ്ചിത ധനത്തിന്റെ പേരിൽ ഇസ്ലാം നിർബന്ധമാക്കിയൊരു ബാധ്യതയാണ്. അത് ധനികന്റെ ബാധ്യതയല്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഹഖുൽ മാൽ വേറെയും ഹഖുൽ വനിയ് വേറെയും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദഫ്ഉൽ ലറർ, ഒരു നാട്ടില് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ പണം നൽകി ആ ആവശ്യം പരിഹരിച്ചു കൊടുക്കൽ ആ നാട്ടിലുള്ള മുസ്ലിം സമ്പന്നർക്ക് ഇസ്ലാം ഫർളാക്കിയിരിക്കുന്നു. ഈ നാട്ടിലൊരു 10 മുസ്ലിം സമ്പന്നരായ ആളുകളുണ്ടെങ്കിൽ, അവിടെ സമ്പന്നർ എന്നതിന്റെ വിവക്ഷ ഒരു വർഷത്തിൽ തനിക്ക് ആവശ്യമുള്ള ചെലവിലേറെ വരവുള്ളവർ, ചുരുക്കി പറയാണേ അവർ അവരെ ഒനിയാണ്, ധനികരാണ്. അങ്ങനെ 10 ധനികർ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാം ഫർളാക്കിയ സംഗതിയാണ് ആ നാട്ടിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണമില്ലാത്തവർക്ക് അതിനുള്ള പണം നൽകൽ അവർക്ക് ഫർളാണ്. 10 പണക്കാരുണ്ടെങ്കിൽ അവരെ 10 ആൾക്ക് കൂടി അത് ഫർളി കിഫയാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിർവഹിച്ചു കൊടുക്കണമെന്നില്ല, എല്ലാവരും കൂടി ചെയ്തു കൊടുത്താൽ മതി. ആരും ചെയ്തു കൊടുത്തില്ല, നാട്ടിൽ ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ 10 പണക്കാരും നാളെ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടും. നാട്ടിൽ ഭക്ഷണത്തിനും വീട് വെക്കാനൊക്കെ പ്രയാസപ്പെടുന്ന ഒരാള്, വീട് എന്നൊക്കെ പറയുമ്പോൾ ആവശ്യമുള്ള വീട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനാവശ്യ വീടല്ല, ആഡംബര വീടല്ല. ആവശ്യമുള്ള വീടിന് പണമില്ലാത്ത ഒരാൾ ആ നാട്ടിൽ 10 പണക്കാരിൽ ഒരാളെ സമീപിച്ച് തൻ്റെ ആവശ്യം മുന്നിൽ വെച്ചാൽ അദ്ദേഹത്തിന് ആ സംഗതി ഫർള് ഐനായി മാറും. ഇനി ഫർള് കിഫയല്ല. ഇവിടെ വേറെയും പണക്കാരുണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹം ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അങ്ങനെ ഓരോരുത്തരും ഒഴിഞ്ഞു മാറിയാൽ ഈ കാര്യം നടക്കൂല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പണം സ്വന്തമായി എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പണക്കാരെ അദ്ദേഹം സഹകരിപ്പിച്ചുകൊണ്ടോ ആ പാവപ്പെട്ടവന്റെ ആവശ്യം സാധിപ്പിച്ചു കൊടുക്കൽ അദ്ദേഹത്തിന് ഫർള് ആണ്. ഇതൊക്കെയാണ് സമ്പന്നരുടെ ബാധ്യത എന്നുള്ള സംഗതി. അത് സക്കാത്തിന്റെ വകുപ്പിൽപ്പെട്ടത് അല്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സമ്പത്തിന്റെ ബാധ്യത എന്നൊരു ഭാഗം വേറെയും സമ്പന്നരുടെ ബാധ്യത വേറെയും ഉണ്ട് എന്ന് ആലിമീങ്ങൾ, ചെറുപ്പക്കാരായ ആളുകളോടാണ് ഞാൻ പറയുന്നത്, വലിയ ആലിമീങ്ങളോടല്ല, അവരത് ശ്രദ്ധിക്കുകയും നമ്മുടെ സംസാരങ്ങളിലും പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ സമുദായത്തെ പഠിപ്പിക്കുകയും വേണ്ടതുണ്ട്. എല്ലാം സക്കാത്തിൽ പരിമിതമായി, സക്കാത്തോണ്ടെല്ലാം തീർന്നു, അല്ലെങ്കിൽ സക്കാത്ത എനിക്ക് നിർബന്ധമുള്ളൂ എന്ന ധാരണ വലിയ അബദ്ധമാണ്. പണക്കാരും സമ്പന്നരായ ആളുകൾ, ഒരുപക്ഷെ എൻ്റെ സംസാരം ലൈവിലോ അല്ലാതെ പിന്നീടോ കേൾക്കുന്നവരുണ്ടാവാം. അവരോട് ഞാൻ ഒറ്റ വാക്ക് ഓർമ്മപ്പെടുത്തുന്നത്, ഇസ്ലാമിന്റെ നിയമം എന്തെങ്കിലും ചെയ്തുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതല്ല, ചെയ്യേണ്ടത് ചെയ്യണം. എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുക അങ്ങനല്ല, ചെയ്യേണ്ടത് ചെയ്യണം. ഉദാഹരണം, ഒരു സമ്പന്നനാണെങ്കിൽ, നേരത്തെ പറഞ്ഞാണ് ഇബ്നു ഹജർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, സമ്പത്തിന് ദീനിയും ദുന്യവിയായ ഒരുപാട് ഗുണവശങ്ങളും നേട്ടങ്ങളുണ്ട്. സമ്പത്ത് കൊണ്ട് മാത്രം നേടാകുന്ന പുണ്യങ്ങൾ ഒരുപാടുണ്ട്. അത് വിശദീകരിക്കുന്ന നേരത്തെ ഹജ്ജ് ഉംറയൊക്കെ പറയും. പക്ഷേ അവിടെയും ഒരു സമ്പന്നൻ താൻ ചെയ്യേണ്ട ഫർളായ സാമ്പത്തിക സംഗതികൾ എന്താണ് അത് പഠിക്കുകയും ഉസ്താദുമാരോട് ചോദിച്ചറിയുകയും വേണം. ഇപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ, നാട്ടില് ഭക്ഷണത്തിന് അല്ലെങ്കിൽ വസ്ത്രത്തിനൊക്കെ പ്രയാസപ്പെടുന്ന, വീട് വെക്കാൻ, ഒരാവശ്യത്തിലുള്ള വീട് വെക്കാൻ കാശില്ലാതെ പ്രയാസപ്പെടുന്ന ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കൽ ഈ സമ്പന്നർക്ക് ഫർള് കിഫ, ചില ഘട്ടങ്ങളിൽ ഫർള് ആയിന. ഹജ്ജ് ഉംറ ജീവിതത്തിൽ ഒന്നേ നിർബന്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരുപക്ഷെ ഇത്തരം ഫർളായി കിടക്കുന്ന തൊട്ടടുത്ത് വീട്ടിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ 4 വീട് അപ്പുറത്ത് താമസിക്കുന്ന ആള് ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അദ്ദേഹം പലിശ ഇടപാടിൽ പോയി ആഖിറവും നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, 4ാമത്തെ 5ാമത്തെ ഉംറയ്ക്ക് പോകുന്ന ആ കാശ് അദ്ദേഹത്തിന് സഹായിക്കൽ ഫർള് ഐനാണ്. ഇത് ഞാൻ പറയുമ്പോൾ ദയവായി ഇനി കുറെ ഉംറയ്ക്ക് പോകുന്നവരൊക്കെ കുറ്റക്കാരാണെന്നോ അവരൊക്കെ മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ വിവരം പറഞ്ഞു കൊടുക്കാറില്ല. സക്കാത്തിനെ കുറിച്ചേ നമ്മൾ വയന്ന് പറയാറുള്ളൂ. അവിടെയാണ് പറഞ്ഞത്, നിങ്ങൾ പ്രത്യേക കിട്ടുന്ന വേദികളിൽ, നിങ്ങളുടെ പഠന ക്ലാസ്സുകളിൽ, റമദാനിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ സമ്പന്നരുടെ ബാധ്യതകൾ എന്നൊരു വിഷയം നന്നായി സമൂഹത്തെയും സമുദായത്തെയൊക്കെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കിതാബുൽ ഖുറൂറിൽ അൽ മഗ്റൂറൂന മിനൽ അഗ്നിയാ എന്ന് പറഞ്ഞിട്ട് ഭാഗങ്ങൾ ഉണ്ട്.
അൽ മഗ്റൂറൂന മിനൽ ഉലമാ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിൽ കുറച്ചൊക്കെ ഞാൻ കേൾപ്പിച്ചിരുന്നു. അൽ മഗ്റൂറൂന മിനൽ അഗ്നിയ, സമ്പന്നരായ ആളുകൾ പിശാചിന്റെ കെണിവലയിൽപ്പെടുന്നത്. പലരും നല്ല മനസ്സായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹമാണ്. അപ്പൊ അവര് ചിലപ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിൽ പിന്നിലാവും, പക്ഷെ എല്ലാ സലാത്ത് മജ്ലിസിലേക്കും വരും, പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ പിന്നിലാവും. ഇമാം ഗസാലി പറയുന്നുണ്ട് പിശാചിന്റെ കെണിയാണ്. സലാത്തല്ലൽ പിശാചിന്റെ കെണിയാണല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിർബന്ധമായ പണം കൊണ്ട് ചെയ്യേണ്ട ഫർളായ സംഗതി ചെയ്യാതെ അവിടെ ബുഖിൽ പിസ്കത്തരം കാണിച്ചിട്ട് പണച്ചെലവില്ലാത്ത ദിക്റിലും സലാത്തിലും കൂടി കഴിച്ചിലാകുമെന്ന് കരുതുന്നത് പിശാച് മനസ്സിൽ കുത്തിവെച്ച ചിന്തയുടെ ഫലമാണ്. അതുപോലെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം നാട്ടില് അയൽ വീടുകളില് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വീട് പോലെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകുമ്പോ പിന്നെയും സുന്നത്തായ ഉംറകൾക്ക് വേണ്ടി ഇങ്ങനെ പണം ചെലവഴിക്കുന്നവൻ മഗ്റൂറാണ്, പിശാചിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ പണക്കാർ, ഞാൻ പറഞ്ഞെന്താ, പണം നല്ല സംഗതിയാണ്. നല്ല മനുഷ്യന് നല്ല ഹലാലായ പണം ഉണ്ടായ വലിയ ഭാഗ്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പണക്കാരെന്ത് ചെയ്യണം? എന്താണ് താൻ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് ആഖിറത്തിൽ ഭാഗ്യമുണ്ടാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ്ട് രക്ഷപ്പെടും എന്ന ധാരണ പലതും അബദ്ധത്തിലെത്തിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പണത്തിന് ഒരുപാട് ഉപകാരമുണ്ടെന്ന് പറഞ്ഞതിന്റെ ശേഷം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി കദാലികലിൽ മാലി ആഫാത്തുൻ കസീറാ ദുനിയൻ വദീന, പണം കൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇനി സാമ്പത്തിക രംഗത്ത് ഇടപാടുകളിലേക്ക് വരുമ്പോൾ ഒറ്റടിക്ക് ഒരു കാര്യം, ഇപ്പൊ ഓൺലൈനിലൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. അതൊന്നും ഇപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ മാത്രമോ അല്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞാനൊരു പൊതു ലാഭിത്താദ്യം പറയുകയാണ്. നമ്മളൊരു ഇടപാടിൽ കണ്ണിയാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് പണം നൽകി അങ്ങനെ ഒരു ഇടപാടിൽ നമ്മൾ അങ്ങനെ ആകുന്നു. ഇവിടെയൊക്കെ ആ ഇടപാട് ഒരു തെറ്റിലേക്ക് പ്രചോദനമാവുകയോ ഒരു തെറ്റിന്റെ പരസ്യത്തിന് സഹായമാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ അത് തെറ്റായി വരും. ഇതിപ്പോ കൂടുതൽ മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഫത്ഹുൽ മുഈനിൽ തന്നെ ബാബുൽ ബൈഇൽ എഴുതി വെച്ചത് കാണാം. വനഹ്വു ദാലിക മിൻ കുല്ലി തസറുഫിൻ യുഫ്ളി ഇലാ മഅസിയത്തിൻ യഖീനൻ ഔ ലന്നൻ. നാം നടത്തുന്ന ഈ ഇടപാട്, നാം അതിലേക്ക് പണം നൽകുന്നത് അതൊരു മഅസിയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന്, ഒരു തെറ്റിന് പ്രചോദനമാകുമെന്ന്, ഒരു തെറ്റായ കാര്യത്തിന് പരസ്യം കിട്ടാൻ കാരണമാകുമെന്ന് നമുക്ക് യഖീൻ ഉണ്ടെങ്കിൽ ആ സംഗതി ഹറാമാകുന്നു. യഖീൻ ഇല്ല എന്നാലും അത് ഹറാമാണ്. നമ്മുടെ ഈ ഇടപെടൽ ആ ഒരു സംഗതി ഒരു മഅസിയത്തിന് സഹായാവുന്ന യഖീനില്ല, എന്നുമില്ല, ഒഹുമേ ഉള്ളൂ, എന്നാൽ അത് കറാഹത്തേ ഉള്ളൂ, ഹറാമില്ല. ബൈഇന്റെ ബാബിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു വെച്ചതിന് ശേഷം മഖ്ദൂം തങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ ഒരു സംഗതിയാണ് വനഹ്വു ദാലിക മിൻ കുല്ലി തസറുഫിൻ യുഫ്ളി ഇലാ മഅസിയത്തിൻ യഖീനൻ ഔ ലന്നൻ. യഖീനൻ ഉറപ്പായിട്ടോ ലന്നായിട്ടോ ഒരു മഅസിയത്തിൽ അത് സഹായമാകുമെങ്കിൽ ഈ പണി ഇത് ഒരു മഅസിയത്തിന് സഹായമാകും എന്ന് നമുക്ക് യഖീനുണ്ട്, അല്ലെങ്കിൽ എന്നുണ്ട്, എന്നാൽ അത് ഹറാമാണ്. വയുക്റഹു ബൈഉ മാ ദുകിറ മിമ്മൻ തുഹിമ മിൻഹു ദാലിക. യഖീൻ മഅസിയത്തിന് ഇഫ്ളാഹ് ചെയ്യുമെന്ന്, ഒരു തെറ്റിലേക്ക് എത്തിക്കുമെന്ന് യഖീനോ എന്നോ ഇല്ലെങ്കിൽ, വഹുമേ ഉള്ളെങ്കിൽ ഹറാമില്ല, കറാഹത്തുമാണ് എന്ന് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഒരുപാട് സംഗതികളിലേക്കുള്ള ഒരു പൊതു ലാഭിത്തായി ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഞാനിപ്പോൾ ഓൺലൈനിലേക്ക് തന്നെ വരുന്നില്ല, ഓൺലൈനുമായി ബന്ധപ്പെട്ട് ചിലത് പറയാം. നമ്മുടെ കൂട്ടത്തിലൊക്കെ തന്നെ സാധാരണക്കാർ പലരും ഒരുപാട് ഇടപാടുകളിലേക്ക്, ബിസിനസ്സിക്ക് പണം നൽകിയിട്ട് ലാഭം വാങ്ങുന്നവരുണ്ട്. ഇന്നിപ്പോ ഈ നമ്മൾ വലിയ ടൗണുകളിലൊക്കെ നടക്കുന്ന തന്നെ മിക്ക വ്യാപാരികളും ഒരാളുടെ സ്വന്തം ഉടമയിലല്ല, ഒരുപാട് ആളുകൾ ഇന്ന് ഷെയർ സ്വീകരിച്ചുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ, ഈ ഞാനിപ്പോ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദീനുള്ളവരെ കുറിച്ചാണ് ചർച്ച. ദീനുള്ള ആളുകൾ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് കാശ് കൊടുത്തിട്ട് ലാഭം വാങ്ങുന്നവരാണ് പലരും. പല ബിസിനസ്സുകാരും ബിസിനസ്സിക്ക് കാശ് തരാം, നിങ്ങൾക്ക് തരണം, നിങ്ങൾക്ക് ലാഭം തരാം എന്ന നിലക്ക് വാങ്ങുന്നവരുമാണ്.
പലിശയിൽ പെട്ടുപോകരുത്, ഹറാമായ പണം വേണ്ട എന്ന് നല്ല നിശ്ചയമുള്ളവർ പലരും ബിസിനസ്സിലേക്ക് പണം കൊടുത്ത് ലാഭം വാങ്ങുന്നിടത്ത് പലപ്പോഴും ഇസ്ലാം നിരോധിച്ച സംഗതികളായ തെറ്റായ രൂപത്തിലേക്ക് പോകുന്നുണ്ട്. സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് അതൊന്ന് ഞാൻ ഉണർത്തുകയാണ്. ഇപ്പം ഞാൻ പുതിയ രീതികളെ കുറിച്ചല്ല പറയുന്നത്, പുതിയതും പഴയതും ആണെങ്കിൽ ഇനി നമ്മൾ ഏതെങ്കിലും കമ്പനികളുടെ ഓഹരി എടുത്തുകൊണ്ടോ ഏതെങ്കിലും കമ്പനിയിലേക്ക് പണം നൽകിക്കൊണ്ടോ ഒക്കെ ലാഭം വാങ്ങുന്നിടത്ത് മിക്കവാറും അത് ഫിഖ്ഹിൽ ഖിറാദ് ഷിർക്കത്ത് രണ്ടാല രൂപത്തിലേക്കാണ് വരിക. ആലിമീങ്ങൾക്ക് വേണ്ടി പറയുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഖിറാദ് ഷിർക്കത്തിന്റെ നിയമം കൃത്യമാകുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ എന്ന് തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഞാനങ്ങനെ അത്രണ്ട് പോകാതെ സാധാരണക്കാരൻ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്നവർ അതിലേക്ക് പലരുടെയും കാശ് വാങ്ങിയിട്ട് ലാഭം കൊടുക്കുന്നവരുണ്ട്. ജ്വല്ലറി നടത്തുന്നവർ അതിലേക്ക് കാശ് വാങ്ങി ലാഭം കൊടുക്കുന്നവരുണ്ട്. ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസിലും ഞാൻ അതല്ലാത്ത സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ പണം കൊടുത്ത് ലാഭം വാങ്ങുന്നവരുണ്ട്. ഇവിടെ ഒന്നും പലരും അതിൻ്റെ ശരിയായ വശം ചോദിച്ചറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഇസ്ലാം അനുവദിച്ച രൂപം ചുരുക്കിയാണ് പറയണേ, വിശദീകരിക്കുന്നില്ല സമയം കുറച്ചായതുകൊണ്ട്. നമ്മളിപ്പോൾ ഒരാൾ ഒരു ബിസിനസ്സിലേക്ക് കാശ് കൊടുക്കുകയാണ്, അത് കടം നൽകുകയാണെങ്കിൽ ബിസിനസ്സിലേക്ക് കാശ് ബിസിനസ് നടത്തുന്ന ആൾക്ക് കാശ് കടമായി കൊടുത്തതാണ്. എന്നാൽ പിന്നെ കാശ് കൊടുത്താക്ക് ലാഭമൊന്നുമില്ല. എന്നാൽ ആ കാശ് കൊടുത്താക്ക് എന്തെങ്കിലും ലാഭം കിട്ടണമെന്ന് കരാർ ചെയ്താൽ അത് പലിശയാവുകയും ചെയ്യും. പണം കൊടുക്കുന്ന ആൾക്ക്, പണം അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്ക്, കടം കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ലാഭം ദുനിയാവിൽ കിട്ടണം എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന കടയിടപാട് നമ്മൾ ഇസ്ലാം നിരോധിച്ച പലിശ ഇടപാട് പെട്ടതാണ്. കടം കൊടുക്കുന്നവർക്ക് ആഖിറത്തിൽ വലിയ പ്രതിഫലം ഉണ്ടാകും. കടം നൽകുക എന്നതിനെ ഇർഫാഖ്, അതൊരു സഹായം എന്ന രീതിയിലാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരാൾ നമ്മളോട് കാശ് കടം ചോദിക്കുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് കാശ് കടം കൊടുക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സുന്നത്തായ കർമ്മമാണ്, ആഖിറത്തിൽ പ്രതിഫലാർഹമായ സംഗതിയാണ്. കടം നൽകൽ സുന്നത്താണ് എന്നതിന്റെ രേഖയായി ഫുഖഹാ എല്ലാവരും ഉദ്ധരിച്ച ഒരു ഹദീസ് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, സഹായം എന്നതാണ്. അതുകൊണ്ട് കടം നൽകുന്നത് എന്നുള്ളൊരു സഹായമാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ തനിക്ക് ഭൗതിക ലോകത്ത് ദുനിയാവിൽ എന്തെങ്കിലും ഇങ്ങോട്ട് പകരം കിട്ടണം, ഒരു ലാഭം കിട്ടണം എന്ന ചിന്ത ഇസ്ലാം ശക്തമായി നിരോധിച്ചതാണ്. അത് വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് വൻദോഷമായ പലിശയുമാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അപ്പൊ ബിസിനസ് നടത്തുന്നവർക്ക് കാശ് കടം കൊടുക്കുക, എന്നിട്ട് ആ കാശ് ഏതായാലും തിരിച്ചു കിട്ടണം, പിന്നെ ലാഭം തരണം എന്നാണെങ്കിൽ അത് പലിശ ഇടപാടാണ്, പറ്റൂല. ഇനി പലിശ അല്ലാതെ ഹലാല രൂപത്തിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം പറയാം. ഒരു 10 ലക്ഷം രൂപ ഒരാൾ ഒരു ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് ഷെയറായി കൊടുക്കുന്നു. അത് ഹലാലാവാൻ എന്താ ചെയ്യേണ്ടത്? അത് മർമ്മളവാകെ പറയുന്നുള്ളൂ, എല്ലാ ഷർത്തുകളും കൂടിയല്ല. അത് ഈ 10 ലക്ഷം ആ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തി അത് മുഖേന ലഭിക്കുന്ന ലാഭത്തിന്റെ നിശ്ചിത ശതമാനം എനിക്ക് തരണം, നിശ്ചിത ശതമാനം നിങ്ങൾക്ക് എടുക്കാം. നിശ്ചിത സംഖ്യ നിശ്ചയിക്കാൻ പാടില്ല. മാസത്തിൽ 5000 തരണം, അല്ലെങ്കിൽ കൊല്ലത്തിൽ 10000 തരണം, അല്ലെങ്കിൽ മാസത്തിൽ 100 രൂപ വീതം തരണം. ഒരു നിശ്ചിത സംഖ്യ നിശ്ചയിച്ചു കൊടുക്കാനേ പറ്റില്ല. ബിസിനസ്സിലേക്ക് കാശ് കൊടുത്തിട്ട് നിശ്ചിത സംഖ്യ ലാഭമായി തരണം എന്ന് കരാർ വെച്ച് കൊടുക്കുന്നത് ഇസ്ലാമിക വ്യവസ്ഥയിൽ തെറ്റാണ്, പാടില്ല. ആ പണം ഹറാമായ പണമാണ്, പറ്റില്ല. ഹലാലാവാൻ എന്താ വേണ്ടത്? ചിലരിപ്പോ പലതിലും ഓൺലൈൻ നിലവാരത്തിലും ഉണ്ടങ്ങനെ. ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് ഓഫ്ലൈനിൽ ചെയ്താൽ അനുവദനീയാകുന്നത് ഓൺലൈനിലും പറ്റും, അതത്രേ ഉള്ളൂ. ഓൺലൈനിൽ പ്രത്യേകത ഒന്നുമല്ല. ഓഫ്ലൈനിൽ നേർക്ക് നേരെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് ഓൺലൈൻ എന്ന വസീലയിലൂടെയും ചെയ്യാം. ഓഫ്ലൈനിൽ ചെയ്യാൻ പറ്റാത്ത ഓൺലൈൻ വസീലയിലൂടെയും ചെയ്യാൻ പറ്റൂല. പിന്നെ ഓൺലൈൻ ഇടപാടിന്റെ സ്വാഭാവികമായ ചില പ്രശ്നങ്ങളുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഉണർത്തും ചെയ്യാം. ഓൺലൈനിലായതുകൊണ്ട് ഓഫ്ലൈനിൽ നേരിട്ട് ചെയ്താൽ പറ്റാത്ത ഇടപാട് ഓൺലൈനിൽ ഏതായാലും പറ്റൂലല്ലോ. അപ്പൊ അത് ആ ഇടപാട് പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് വിഷയം. ഓൺലൈനായി എന്നതിന്റെ പേരിലല്ല പ്രശ്നം. നിശ്ചിത കാശ് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് അടച്ചാൽ ആ കൊടുക്കുന്ന കാശിന്റെ ഇത്ര ശതമാനം ലാഭമായി തരും എന്ന രൂപത്തിൽ പറ്റില്ല. പേരെന്താണെങ്കിലും നമ്മളൊരു കാശ് കൊടുക്കുന്നു, ആ കൊടുക്കുന്ന കാശിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭമായി തരും. നിങ്ങൾ ഒരു സംഖ്യ തന്നാൽ അതിന്റെ 12% തരുന്ന സംഖ്യയുടെ 12% ലാഭസഹിതം തിരിച്ചു തരും.
ഇത് പറ്റില്ല. കാരണം ശതമാനം നിശ്ചയിക്കേണ്ടത് ഏത് ബിസിനസ്സിലേക്കായാലും കൊടുക്കുന്ന കാശിന്റെ ശതമാനമല്ല നിശ്ചയിക്കേണ്ടത്. നാം ഈ കൊടുക്കുന്ന കാശിന്റെ ഇത്ര ശതമാനം ലാഭം തരാം എന്ന കരാർ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ബിസിനസ്സിലേക്ക് ഷെയർ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന കാശിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭം തരാം എന്ന കരാർ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പിന്നെ എന്താ വേണ്ടത്? ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, ഒരാൾ 10 ലക്ഷം രൂപ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ നടത്തിപ്പിലേക്ക് കൊടുക്കുന്നു. കടമായി കൊടുത്തതാണെങ്കിൽ പിന്നെ ലാഭം കരാർ ചെയ്യാൻ പറ്റൂല. കടല്ല, ഷെയർ ആണെന്ന് മൊത്തത്തിൽ പറയാം. എന്നാൽ അത് അനുവദനീയമാവാൻ എന്താ ചെയ്യേണ്ടത്? ഇത്ര സംഖ്യ എനിക്ക് തരണം, അത് പറ്റില്ല. ഇത്ര സംഖ്യ ഞാൻ തരാം, നിശ്ചിത സംഖ്യ 500, 1000, 5000 നിശ്ചിത സംഖ്യ എനിക്ക് തരണം. ആ മാസത്തിലോ കൊല്ലത്തിലോ എങ്ങനെയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ അത് തരാം. ഈ കരാർ അനുവദനീയം. പിന്നെയോ ലാഭമുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ ഇത്ര ശതമാനം എനിക്ക് തരണം. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും സൗകര്യമുള്ള ഒരു രൂപമാണ് ഞാൻ കാണുന്നത്. പലരിൽ നിന്നും അദ്ദേഹം കാശ് വാങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാശ് മുടക്കിയിട്ടുണ്ടാകും. അപ്പൊ മൊത്തം ടോട്ടൽ ലാഭത്തിന്റെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞാലും ചെറിയ പ്രയാസങ്ങളുണ്ട്. കാരണം അങ്ങനെ ആകുമ്പോൾ ശിർക്കത്താണെങ്കിൽ പിന്നെ ആ സംഖ്യക്കനുസരിച്ചാണ് ലാഭോഹരി ചെയ്യേണ്ടത്. ശിർക്കത്തും കിറാതും രണ്ടായാലും അല്ലെങ്കിൽ രണ്ടും കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ട് നടത്താനുള്ള രൂപമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഉദാഹരണത്തിന് ഞാനൊരു 10 ലക്ഷം ഒരു ബിസിനസ്സിൽ നടത്തിപ്പുകാരിലേക്ക് കൊടുക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ കാശ് മാത്രം എടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹം കച്ചവടം ചെയ്യുന്നത്. അതിന്ന് മിക്കവാറും അപൂർവമാണ്, അങ്ങനെ പൊതുവെ ഇല്ല. അദ്ദേഹത്തിന്റെ കാശ് മുടക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്നെപ്പോലെ അദ്ദേഹം പലരിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് കൂടുതലുണ്ടാകും. അതൊന്നും ഇപ്പൊ എനിക്ക് അത്ര വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെ ഞാൻ മർമ്മം പിടിച്ചു. എന്താ മർമ്മം? ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കുന്നു, ഞാനും അദ്ദേഹമുള്ള കരാറ്. ഈ 10 ലക്ഷം മുഖേന ലഭിക്കുന്ന ലാഭത്തിന്റെ 50% നിങ്ങൾ എനിക്ക് തരണം, 50% നിങ്ങൾക്ക് എടുക്കാം. 50 ഒരു ഉദാഹരണമാണ്. 10ഉം 90 ആയാലും 40ഉം 60 ആയാലും ഒന്നും പ്രശ്നമില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ ടോട്ടൽ ബിസിനസിന്റെ മൂലധനം എത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയണം. ആ ടോട്ടൽ മൂലധനം അദ്ദേഹത്തിന് അറിയുമെങ്കിൽ ആ ടോട്ടൽ മൂലധനത്തിന്റെ ലാഭം ഇത്രയാണെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കും. ടോട്ടൽ ലാഭം ഇത്രയെന്ന് കണ്ടെത്തിയാൽ അതിൽ മൂലധനത്തിന്റെ ആനുപാതികമായി ഞാൻ കൊടുത്ത 10 ലക്ഷം എത്രയുണ്ട് എന്നും കണ്ടെത്താൻ സാധിക്കും. എങ്കിൽ ടോട്ടൽ ലാഭത്തിൽ നിന്ന് ഈ 10 ലക്ഷത്തിന് അവകാശപ്പെട്ട ലാഭം ഇത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ 50% എനിക്ക് തരാം, 50% അദ്ദേഹത്തിന് എടുക്കാം. കൊടുക്കുന്ന കാശ്, ഞാൻ കൊടുക്കുന്ന 10 ലക്ഷത്തിന്റെ 12%, ഞാൻ കൊടുക്കുന്ന 1000ന്റെ 12%, 12 മാസം കൊണ്ട് തിരിച്ചു തരും. അങ്ങനൊക്കെ പല സംഗതികളുണ്ട്. കൊടുക്കുന്ന കാശിന്റെ ശതമാനം എന്ന കരാറ് പറ്റില്ല. പിന്നെയോ ലാഭമായാലും നഷ്ടമായാലും നിശ്ചിത ലാഭം എനിക്ക് കിട്ടണം, ആ സംഗതിയും പറ്റൂല. ലാഭമായാലും നഷ്ടമായാലും എനിക്കിന്റെ ശതമാനം കിട്ടണം, പിന്നെ കാശും തിരിച്ചു തരേണ്ടി വരും, ആ കരാറും പറ്റൂല. പിന്നെ എന്തേ പറ്റുക ഉസ്താദേ? പറ്റണ രൂപം ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഞാനിതാ നിങ്ങളെ ബിസിനസ്സിലേക്ക് കാശ് തരുന്നു. ഇത് മുഖേന ലഭിക്കുന്ന ലാഭത്തിന്റെ നിശ്ചിത ശതമാനം എനിക്ക്, നിശ്ചിത ശതമാനം നിങ്ങൾക്ക്. ചിലരൊക്കെ എന്തെങ്കിലും ലാഭം തരാതെ പറ്റൂല. നിയമത്തിന്റെ മുന്നിൽ അങ്ങനെ പറ്റൂല. എൻ്റെ അടുത്ത് ചിലർ വരാറുണ്ട്, ഉസ്താദെ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുള്ള കരാർ എന്താ? എന്തെങ്കിലുമൊക്കെ തരേണ്ടത് മൂപ്പര് പറഞ്ഞേക്കണേ. അത് പറ്റൂല. എന്തെങ്കിലും തരേണ്ടത് തന്നെ പോലെ അത് എന്തെങ്കിലും തരും. കാരണം നമ്മുടെ കിതാബിൽ നിയമത്തിൽ കാണാം, പണം കൊടുക്കുന്ന ആൾക്കും നടത്തിപ്പുകാരനും ലാഭത്തിൽ അവകാശമുണ്ടാവണം. ആ പങ്ക് മഅലൂമാവണം. എന്തെങ്കിലും തരാന്ന് പറഞ്ഞാൽ പറ്റൂല. വയുസ്തർതു ഖൗലുഹു മഅലൂമൻ. ബിസിനസ്സിലേക്ക് കാശ് തരുന്ന വ്യക്തിക്ക് ബിസിനസ് നടത്തിപ്പുകാരൻ കൊടുക്കുന്ന ലാഭം എന്താണെന്നത് മഅലൂമാവണം, അറിയപ്പെട്ട സംഗതിയാവണം, അത് നിശ്ചയിക്കപ്പെടണം. എന്തെങ്കിലുമൊക്കെ തരണ്ടേ, കിട്ടുന്നതിനനുസരിച്ച് തരണ്ടേ, അതൊന്നും പറ്റൂല. കിട്ടുന്നതിനനുസരിച്ച് തരണ്ടേ തന്നെ അതൊരു അക്കത് എന്നുള്ളവർക്ക് ആവൂല. കിട്ടുന്നതിനനുസരിച്ച് തരാൻ പറ്റൂല. എന്തെങ്കിലും തരിക, അതൊന്നും പറ്റൂല. ചിലർ അങ്ങനെ നിശ്ചയിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് എത്തിയ ചില കേസിൽ ഒരു പറഞ്ഞ് നമ്മൾ ഇത് നിശ്ചിതാക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും വരില്ല, അത് കൗനുഹു മഅലൂമൻ, അറിയപ്പെടണം. പക്ഷെ അറിയപ്പെടുമ്പോൾ 1000, 10000, 5000 അങ്ങനെ കൃത്യസംഖ്യ അറിയപ്പെടാൻ പാടില്ല. മഅലൂമൻ ബിൽ ജുസിയ്യ, ഇത്രയിലൊന്ന്, 4/1 അല്ലെങ്കിൽ 50%, ഇങ്ങനെയാണ് മഅലൂമാവേണ്ടത്.
എന്തെങ്കിലും തരണ്ടേ, കിട്ടുന്നതിനനുസരിച്ച് തരണ്ടേ, ഒന്നും പറ്റൂല. അതുപോലെ എനിക്കെങ്ങനായാലും മാസത്തെ സംഖ്യ തരണം, അതും പറ്റൂല. ഇന്റെ കാശ് എങ്ങനായാലും തിരിച്ചു തരേണ്ടി വരും, ലാഭാലും നഷ്ടാലും തിരിച്ചു തരേണ്ടി വരും, അതും പറ്റൂല. പിന്നെ എന്തേ പറ്റുക? ഒന്നും കൂടി പറഞ്ഞ ആ സെഷൻ ഞാൻ നിർത്തും. ഒരാൾ ബിസിനസ്സിലേക്ക് കാശ് കൊടുക്കുന്നു, മറ്റാൾ ആ കാശ് കൊണ്ട് ബിസിനസ് നടത്തുന്നു. ആ കാശ് കൊണ്ട് മാത്രമാവണമെന്നില്ല, ആ കാശ് കൊണ്ട് മാത്രമോ അല്ലെ അവൻ്റെ കാശ് കൂട്ടിയിട്ടോ അല്ലെ മറ്റു പലരുടെയും കാശ് കൂടെ കൂട്ടിയാലും ഒന്ന് ഹലാലാവാനുള്ള കോലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഞാൻ തരുന്ന ഈ കാശ് മുഖേന ലഭിക്കുന്ന ലാഭത്തിൻ്റെ, അതിൻ്റെ അർത്ഥം ലാഭം ഉണ്ടെങ്കിൽ എന്നായിരിക്കുമല്ലോ, ഇപ്പോഴല്ലേ ലാഭം ഉണ്ടാവും. ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ നിശ്ചിത ശതമാനം, ഉദാഹരണം 40% എനിക്ക് തരണം, 60% നിങ്ങൾ എടുക്കാം. ഇത് ഇയാളായിട്ടുള്ള കരാറാണ്. അങ്ങനെ ഓരോരുത്തരായിട്ടുള്ള കരാറാവാം. ടോട്ടൽ ലാഭത്തിൽ നിന്ന് ഇതിന്റെ ലാഭം എത്രയത് കണ്ടെത്തുക, അതിന്റെ 40% ഇയാൾക്ക് കൊടുക്കുക, 60% അയാൾ എടുക്കാം. ഇങ്ങനെ വരുമ്പോൾ ലാഭം ഇല്ലെങ്കിലോ, ലാഭം ഉണ്ടായില്ല. ഒരു വർഷം കച്ചവടം നടന്നു, ലാഭം ഉണ്ടായില്ല. ലാഭം ഉണ്ടായില്ലെങ്കിൽ നഷ്ടം ഉണ്ടായില്ല എന്ന് വെക്കാം. ലാഭമില്ല, നഷ്ടമില്ല. എന്നപ്പം എന്താ ഉണ്ടാവുക? എന്നാൽ കാശ് കൊടുത്തവൻ്റെ ഒരു വർഷത്തെ ആ കാശ് അവിടെ വെറുതെ ഇങ്ങനെ മുടങ്ങിക്കിടന്നു എന്ന് പറയാ, അയിമന്ന് ലാഭമൊന്നും കിട്ടിയില്ല. നഷ്ടം, സംഖ്യയിൽ നഷ്ടം വന്നിട്ടില്ല എന്ന് പറയാ. നടത്തിപ്പ് കാരണോ ഓൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നഷ്ടത്തിലായി, ഓനക്കും ലാഭം ഉണ്ടായില്ല. ഇപ്പൊ രണ്ടാളി ലാഭം ബാധിച്ചു, നഷ്ടം ബാധിച്ചു. ഇനി ലാഭം നഷ്ടമില്ല എന്നല്ല, സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടായി നിൽക്കുക. 1 ലക്ഷം 10 ലക്ഷം കൊടുത്ത ബിസിനസ് നഷ്ടത്തിനായിട്ട് 9 ലക്ഷത്തേക്ക് മാറി. എന്നാൽ കാശ് കൊടുത്ത ആൾക്ക് കാശിന് നഷ്ടം വരും, ഇടപാട് നടത്തിയ ആൾക്ക് വേണ്ട സമയവും ആ നടത്തിപ്പും നഷ്ടം വരും. ഇസ്ലാമിന് നഷ്ടവും ലാഭവും രണ്ടാളെയും ബാധിക്കുന്ന രൂപേ ഉള്ളൂ. നഷ്ടം എങ്ങനായാലും അറിയണ്ട, എങ്ങനായാലും ലാഭം ഉണ്ടാവും. ലാഭം ഉണ്ടാവട്ടെ, നമുക്കിത് വരയ്ക്കാം. എങ്ങനായാലും ലാഭമാണ് ഉണ്ടാവാറ്, നഷ്ടം വരാറില്ല എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനായാലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ, നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ നഷ്ടം അറിയണ്ട. ഇങ്ങനൊരു കരാർ ഇസ്ലാമിൽ ഇല്ല. ലാഭവും നഷ്ടവും രണ്ടാളെയും ബാധിക്കുന്ന രൂപത്തിലേ ഇസ്ലാമിലുള്ളൂ. ഞാൻ ഇത് പറയാൻ കാരണം, സാധാരണ നമ്മുടെ ഹാജിമാർ, പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങൾ അല്ലാത്തവരും ഒക്കെ അവർ പുതിയ ലോകത്തെ ഓൺലൈനിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷെ അവരിങ്ങനെ നാടുകളിലും ടൗണുകളിലുമുള്ള ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസുകളിലും സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ പണം കൊടുത്ത് ലാഭം വാങ്ങുന്നവരാണ്. ഹലാലായ കാശി എന്ന സമാധാനത്തിലാണ് വാങ്ങുന്നത്. പരസ്യങ്ങളിലും അവർ പറയാ നിങ്ങളെ കാശ് ഏൽപ്പിച്ച ഹലാലായ വരുമാനം തരാനാണ്. പക്ഷെ അവിടെ ഒന്നും ഛർദ്ദിക്കപ്പെടാത്തതുകൊണ്ട് പലതും കുറ്റകരമായ രൂപത്തിലേക്ക് പോകുന്നുണ്ട്. അത് ഹലാലാവാൻ ഏറ്റവും മർമ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിശ്ചിത സംഖ്യ നിശ്ചയിക്കാൻ പാടില്ല, കൊടുക്കുന്ന സംഖ്യയുടെ ശതമാനം നിശ്ചയിക്കാൻ പാടില്ല, എന്തെങ്കിലും തരാമെന്ന അവ്യക്തത നിലനിർത്താൻ പാടില്ല, കിട്ടുന്നതിനനുസരിച്ച് തരാമെന്നുള്ള അവ്യക്തത പറ്റൂല. കൊടുക്കുന്ന കാശ് മുഖേന ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ ഇത്ര ശതമാനം കാശ് തന്ന ആൾക്ക് കൊടുക്കണം, ഇത്ര ശതമാനം നടത്തിപ്പുകാരെടുക്കണം എന്ന കൃത്യമായ രൂപമാണ് വേണ്ടത്. ഇബ്നു അബ്ദുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യവും അതിന്റെ മറുപടിയും ഫത്താവുൽ കുബറയിൽ കാണാം. ഒരാൾ മറ്റൊരാൾക്ക് ബിസിനസ്സിന് വേണ്ടി 100 രൂപ നൽകുന്നു, തിരിച്ച് 20 രൂപ ലാഭമായി കൊടുക്കണം എന്നാണ് കരാറ്. അപ്പൊ 100 കൊടുക്കുന്നു, തിരിച്ച് 120 കിട്ടണം എന്നതുപോലെ. അത് പറ്റോ പറ്റില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയുടെ മർമ്മമായ ഭാഗം ഫഅജാബ റളിയല്ലാഹു അൻഹു ബിഖൗലി അശ്ശർത്തുൽ മദ്കൂറു ബാത്തിലു. ബിസിനസ്സിലേക്ക് ഒരു സംഖ്യ കൊടുക്കുന്നു, എന്നിട്ട് നിശ്ചിത സംഖ്യ 20 രൂപ ലാഭം കിട്ടണമെന്ന് പറയുന്നു. ആ നിബന്ധന തെറ്റാണ്. ആ ഖിറാദ് എന്ന് പറയുന്ന ഇടപാടിനെ തന്നെ അത് അസാധുവാക്കി കളയുന്നതാണ്. വൽ മാലുൽ മൗഖൂദ് ബിഹി, അങ്ങനെ സ്വീകരിക്കുന്ന ധനം മുഹറബുൻ, അത് ഹറാമാണ്. ശദീദു തഹരീബി, ശക്തമായ ഹറാമാണ്. ലിഅന്നഹു മിൻ അക്ലി അംവാലിൻ നാസി ബിൽ ബാത്തിൽ. വമൻ അഖദ ബിഹാദ ശർത്തി മാലൻ, നിശ്ചിത സംഖ്യ ലാഭമായി കിട്ടണം തരാം എന്ന കരാറിൽ സമ്പത്ത് വാങ്ങുകയാണെങ്കിൽ ഫഹുവ ആസിൻ, അവൻ തെറ്റ് ചെയ്തവനാണ്. ആസിമുൻ, അവൻ ആഖിറത്തിൽ കുറ്റക്കാരനാണ്. ഫഅലൈഹി തൗബ, അവൻ തൗബ ചെയ്ത് പിന്മാറണം. വർജൂ ഇലല്ലാഹ്, ഇടപാട് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ഹലാലിലേക്ക് മാറ്റം വരുത്തണം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്താവൽ കുബറ 3-ാം വാള്യം 111. ഖിറാദും ഷിർക്കത്തിന്റെ നിയമങ്ങൾ ആലിമീങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു. നമ്മൾ ഷിർക്കത്ത് എന്ന വകുപ്പിൽ വിശദീകരിക്കുന്നില്ല. ഷിർക്കത്ത് വകുപ്പിൽ വരുമ്പോൾ
ഒറ്റടിക്ക് ഖിറാലും ഷിർക്കത്തും വരുമ്പോൾ നമ്മൾ വേഗത്തിൽ ഫർക്ക് പറയാ, വ്യത്യാസം പറയാ. ഖിറാലിൽ ഒരാളുടെ പണം മറ്റൊരാളുടെ പണി, ഒരാളുടെ പണവും ഒരാളുടെ പണിയും, ഒരാളുടെ മൂലധനവും ഒരാളുടെ നടത്തിപ്പും അധ്വാനവും. ഷിർക്കത്ത് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകളുടെ മൂലധനവും, ഇങ്ങനെയാണ് പറയാ. ഷിർക്കത്തില് ലാഭനഷ്ടം ചെയ്യേണ്ടത്, ലാഭനഷ്ടം ഓഹരി ചെയ്യപ്പെടേണ്ടത് ആ പണത്തിന്റെ മൂലധനത്തിന്റെ അളവിനനുസരിച്ചാണ്. ഒരാൾ 1 ലക്ഷം, ഒരാൾ 2 ലക്ഷം ആണെങ്കിൽ ആ വ്യത്യാസത്തിലാണ്. ഖിറാദിനാണെങ്കിൽ നേരത്തെ നിശ്ചയിച്ച ശതമാന രൂപത്തിലും ആണ്. ഇങ്ങനെ വരുമ്പോൾ മഹ്ലൻ ഖിറാദ്, അലിമീങ്ങൾ അതിന്റെ വാക്യ വായന അല്ലെങ്കിൽ നേരത്തെ ഓർമ്മയുള്ളവർക്കേ പെട്ടതേ മനസ്സിലാവുള്ളൂ. മഹ്ലൻ ഖിറാദ് ആകുമ്പോൾ ഒരാൾ കാശ് കൊടുക്കുന്നത് മറ്റാൾ അവന്റെ കച്ചവടം ചെയ്യുന്നത്, ആ ഇടപാട് നടത്തുന്നവൻ കാശ് മുടക്കിയിട്ടില്ല. അത് ആമിൽ ഒരാൾ മാലിക് ഒരാൾ എന്നുള്ളതിൽ ഏറ്റവും മിനിമാണല്ലോ 2 ആള്. അങ്ങനെയുള്ള ഇടപാടുകൾ ഇന്ന് കൂടുതലുമില്ല. ഇന്ന് നമ്മളുമായി ബന്ധപ്പെടുന്നതും ചോദ്യം വരുന്നതിലൊന്നും അങ്ങനെ ഒരാൾ കാശ് കൊടുത്തു മറ്റാൾ കാശ് മുടക്കാതെ അമല് മാത്രമുള്ള ഇടപാട് തീരെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നല്ല പണ്ട്, കൂടുതലും ഇല്ല. അങ്ങനെ അതാണെങ്കിൽ ഒരാൾ മാല് ഒരാൾ അമല്, ഖിറാദിന്റെ നിയമം കൃത്യമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം നടത്തിപ്പുകാരും കുറച്ച് കാശ് മുടക്കിയിട്ടുണ്ടാവും. ഓല കാശ് കൊണ്ട് തികയാതെ വരുമ്പോഴാണ് അവർ പലരിൽ നിന്നും ഷെയർ സ്വീകരിക്കുന്നത്. ഓഹരി വിൽപ്പന എന്നൊക്കെ നമ്മൾ പറയുന്നിടത്തും ഈ നിയമം തന്നെയാണ് നോക്കേണ്ടത്. കാരണം ഒരു കമ്പനി ഷെയർ വിൽപ്പന, ഓഹരി വിൽപ്പന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സംഭവം അവിടെ നടക്കുന്നത് വിൽപ്പനയല്ല, ആ കമ്പനിയിലേക്ക് മറ്റുള്ളവരെ ഷെയർ സ്വീകരിക്കുകയാണ് സംഭവം. ഇപ്പോൾ ഓഹരി വിപണി, ഓഹരി വിൽപ്പനയിലും ഖിറാദ് ഷിർക്കത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നിയമങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മസല പറയേണ്ടത് എന്ന് സാന്ദർഭികമായി ഇടയിൽ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ മഹ്ലൻ ഖിറാദ് അധികം നടക്കുന്നില്ല. എന്നാൽ മഹ്ലൻ ഒരു ഷിർക്കത്തല്ലതാണ്. ഇനി മഹ്ലൻ ഷിർക്കത്ത് എന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവിടെ പിന്നെ അധ്വാനത്തിനനുസരിച്ചൊന്നും ലാഭനഷ്ടത്തിൽ വ്യത്യാസപ്പെടുത്താൻ പറ്റൂല. ഷിർക്കത്തിൽ മൂലധനത്തിനനുസരിച്ചുള്ളൂ. അതുകൊണ്ട് കൂടുതലും അത്തരം വരുന്ന കേസുകളിൽ ഞാൻ പറയാറുള്ളത് അത് ഷിർക്കത്തും ഖിറാദും കൂടി ഒന്നിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു ഇടപാടിന്റെ രൂപം ഫിഖ്ഹിലുണ്ട്. നമുക്ക് ആ രൂപത്തിലൂടെ കാണാം. അതെങ്ങനെ ഉദാഹരണം പറയാം. ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തിപ്പുകാരൻ, ഓൻ 1 കോടി അവന്റെ കാശ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള 1 കോടി, ഉദാഹരണം പറഞ്ഞതാണ്, 1 കോടി 4 ആളുകളിൽ നിന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ആളൊന്നും ഉദാഹരണം എണ്ണല്ലോ, കൃത്യമല്ല. അപ്പൊ അവന്റെ കാശുണ്ട്, മറ്റുള്ളവരുടെ കാശുണ്ട്. പക്ഷെ നടത്തിപ്പ് അവൻ ഒറ്റക്കാണ്. അവന് ചെയ്യാത്തതിനും ജോലിക്കാരെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ അത് ഷിർക്കത്താണ്. എങ്ങനെ? അതിൽ ജോലിക്കാർക്ക് പിന്നെ നിശ്ചിത ശമ്പളമാണ്, അവർക്ക് ലാഭനഷ്ടം ഓല ബാധിക്കൂല. നഷ്ടമാണെങ്കിൽ ഓല ശമ്പളം കൊടുക്കണം. ഈ 1 കോടി മുടക്കിയ നടത്തിപ്പുകാരനും ഷെയറായി വാങ്ങി അവരൊക്കെ തമ്മിൽ ലാഭവും നഷ്ടവും ഓഹരി ചെയ്യുന്നു. അപ്പൊ പലരുടെയും മൂലധനത്തിൽ അവർക്ക് പങ്കുണ്ട് എന്ന നിലക്ക് ഷിർക്കത്താണ്. എന്നാൽ മൂലധനത്തിനനുസരിച്ച് മാത്രം ലാഭവും നഷ്ടവും ഓഹരി ചെയ്യാൻ നിന്നാൽ നടത്തിപ്പുകാരന് മുടക്കിയ കാശിനനുസരിച്ചേ ലാഭം കിട്ടുള്ളൂ. അതിലൊരു പ്രയാസം വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഷിർക്കത്തും ഖിറാദും കൂടി ഒന്നിച്ച് ചെയ്യാവുന്ന വകുപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കേട്ടോളി. അദ്ദേഹം 1 കോടി മുടക്കി, ഞാനൊരു 10 ലക്ഷം കൊടുക്കുന്നു. ഞാൻ അദ്ദേഹത്തോടെ ഞാൻ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഈ 10 ലക്ഷം തരുന്നു. ദയമാതിരി വാക്ക് പറയണമെന്നല്ല, ഞാൻ ആ വിഷയം നമ്മൾ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറയാണ്. 10 ലക്ഷം തരുന്നു, അത് നിങ്ങളുടെ കാശിന്റെ കൂടെ കൂട്ടി ഒന്നിച്ചിടപാട് നടത്താൻ ഞാൻ സമ്മതവും തരുന്നു. മൊത്തം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഈ 10 ലക്ഷത്തിന് അവകാശപ്പെട്ട ബിസിനസ് എത്രയാണോ, ലാഭം എത്രയാണോ, അതിന്റെ എത്ര ശതമാനം എനിക്ക് തരണം. ഇപ്പൊ ചെറിയ ഉദാഹരണം ആദ്യം പറയാം. കോടികളുടേതാകുമ്പോൾ പെട്ടെന്ന് കണക്കെടുക്കാൻ LP സ്കൂളിന്റെ കണക്ക് പറയാം. അയാൾ ഒരു 50,000 എടുത്തു, ഞാനും ഒരു 50,000 കൊടുത്തു. ഇപ്പോൾ 1 ലക്ഷത്തിന്റെ കടല കച്ചവടം നടക്കുള്ളൂ. 1 ലക്ഷത്തിന്റെ ഒരു കച്ചവടം, 50,000 അദ്ദേഹം, 50,000 നടത്തിപ്പൊക്കെ അദ്ദേഹം. ഞാൻ നടത്തിപ്പിലൊന്നുമില്ല, ഇപ്പൊ 2 ഏൽപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ തരുന്ന 50,000ത്തിന്റെ ലാഭത്തിന്റെ 50% എനിക്ക് തരണം, 50% നിങ്ങൾ എടുക്കണം. അപ്പൊ അയാൾ മുടക്കി 50,000-ൻ്റെതോ അത് മുഴുവനും അയാൾക്ക്. 1 കൊല്ലം ബിസിനസ് ഓടിയപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 10,000 റുപ്യ ലാഭം ഉണ്ടായിരുന്നു സങ്കല്പിക്കാം. 1 കൊല്ലം ഓടിയപ്പോൾ 10,000. ഇതില് 5,000 അദ്ദേഹത്തിന്റെ കാശിൻ്റെതാണല്ലോ, അല്ലേ?
കാരണം അയാളെ മുടക്കിയത് എത്ര? 50,000. ഞാനും മുടക്കിയത് 50,000. 1,00,000. ടോട്ടൽ 1,00,000 ലാഭം വന്നത് എത്ര? 10,000 റുപ്യ. ചെറിയ കച്ചവടം 10,000 റുപ്യ. അപ്പൊ കടല കച്ചവടം ആവില്ല. കടല കച്ചവടത്തിലും അത്ര കച്ചവടത്തിലും മീൻ കച്ചവടത്തിലും ലാഭം ഇരട്ടിയിലധികം ഇരിക്കട്ടെ. അപ്പോ 10,000 ലാഭം. ഈ 10,000 1,00,000 ലാഭമല്ലേ? അപ്പൊ 5,000 50,000-നും 5,000 50,000-നും ഉള്ളു. അയാളുടെ 50,000 കാശും അദ്ദേഹത്തിൻ്റെതാണ്, അമലും അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് ആ 5,000 പൂർണ്ണമായി അദ്ദേഹത്തിന് അവകാശപ്പെട്ടു. ബാക്കി 5,000 എൻ്റെ 50,000 അതിൽ കാശിൻ്റെതാണ്, അമലോ അയാളുടേതാ. ഞങ്ങൾ തമ്മിലുള്ള കരാർ എന്താ? 50% എനിക്ക് ഇല്ല, അതിന്റെ 50% അല്ലേ? അപ്പൊ എനിക്ക് എത്ര തരേണ്ടി വരും? 2,500 എനിക്ക് തരണം. 7,500 ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ അദ്ദേഹത്തിന് 7,500 കിട്ടിയത് 5,000 അദ്ദേഹത്തിന്റെ വകുപ്പിൽ വന്നതാണ്. അത് മാലും അമലും അദ്ദേഹത്തിൻ്റെതാണ്. 5,000 എന്റെ മാലിന് വന്ന ലാഭമാണ്. അതിൽ ഞങ്ങൾ തമ്മിലുള്ള കരാർ 50-50 ആ 2,500 അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ അമലിന്റെ പകരത്തിൽ കിട്ടിയതാണ്. എനിക്ക് ഞാൻ മാല് കൊടുത്തില്ല. ഇവിടെ ആദ്യം നമ്മൾ ശിർക്കത്തിനനുസരിച്ച് കണ്ടു, അതാണ് 5-5 കണ്ടത്. പിന്നെ കിറാദിനനുസരിച്ച് കണ്ടു. ഇങ്ങനെ ഇന്ന് വരുന്ന നമ്മുടെ അധിക ഇടപാടുകളും ഈ രൂപത്തിലൂടെ കാര്യങ്ങൾ കണ്ടാൽ മസാലകൾ കുറച്ചും കൂടി എളുപ്പമാവുകയും അത് ഹലാലായ വകുപ്പിൽ തന്നെ നമുക്കൊരു വകുപ്പിൽ പെടുത്താനും സാധിക്കും എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. അത്ര ഉദാഹരണങ്ങൾ ഇന്ന് നടക്കുന്ന വാലിബ് ഇടപാടുകളിലും. ഞാൻ ഇപ്പോൾ ഓൺലൈനിലേക്കല്ല പോയത്, ഓഫ്ലൈനിലാണ്. നമ്മളെ മംഗലാപുരത്ത് നടക്കുന്ന സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് അപ്പോൾ പറഞ്ഞത്, മംഗലാപുരത്ത് നടക്കുന്ന ജ്വല്ലറികളെ കുറിച്ച് അപ്പോൾ പറഞ്ഞത്. മംഗലാപുരം ഉദാഹരണം പറഞ്ഞതാണ്. ഓരോ സ്ഥലത്തും അതിലേക്കൊക്കെ നമ്മുടെ ധാരാളം ആജിമാർ കാശ് കൊടുത്തിട്ടുണ്ട്. ഹലാലായ വരുമാനം കിട്ടുക എന്നുള്ള സമാധാനത്തിൽ ഇരിക്കുകയാണ്. എല്ലാം ഹറാമാന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ കുറെ അതിൽ ഹറാമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പല ഷർത്തുകളും അതിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ വായിച്ചു, അൽ മാലുൽ മൗഖൂദ് ബിദാക ശർത്തി മുഹറമുൻ ശദീദു തഹരീം വമൻ അഖദ ബിഹി മാലൻ ഫഹുവ ആസിമുൻ അലൈഹി തൗബത്തു വറുജൂഉ ഇലല്ലാഹ്. അത്തരം ആളുകൾ പ്രാസ്ഥാനിക ബന്ധമുള്ളവർ ഉണ്ട്, ഉസ്താദുമാരുമായി നല്ല ബന്ധമുള്ളവരുണ്ട്, ഉസ്താദുമാരുമായി ബന്ധമുള്ള സാധാരണക്കാർ. എന്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ അവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദുമാരുമായുള്ള ആ സാമീപ്യം നിങ്ങളുടെ ആഖിറത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തണം. അതിനെന്ത് ചെയ്യണം? നമുക്ക് വിശ്വസ്തരായ ദീനിന്റെ ഇൽമുണ്ട് എന്ന് മനസ്സിലായ ഒരു ആലിമിനെ കിട്ടുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികവും മറ്റുമായ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് നന്നായി ചോദിച്ച് പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഒരു വാഹനത്തിൽ ഒരു ഉസ്താദിന്റെ കൂടെ 1 മണിക്കൂർ കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് നമ്മുടെ ആഖിറത്തിലേക്ക് മുതലാക്കാൻ അത് സാധിക്കും. ഉസ്താദിന്റെ സ്ഥാപനത്തിന് സംഭാവന വേണമെങ്കിൽ വേറെ കൊടുക്കുക, അത് വേറെ ഉപകാരപ്പെടും. അതേസമയം ആ സംഭാവന കൊടുത്ത് ദ്വാർപ്പിച്ചുകൊണ്ട് മാത്രം മതിയാക്കണ്ട. അത് ഖൈർ തന്നെയാണ്. അയിമ മാത്രം മതിയാക്കണ്ട. ആ ഉസ്താദിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യാം. ഉസ്താദുമാരും അങ്ങനെ സാധാരണക്കാരൊക്കെ കൂടെ കിട്ടുമ്പോൾ, വിശിഷ്യ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ബിസിനസ്സുകാരെ കൂടെ കിട്ടുമ്പോൾ, അവര് നമുക്ക് സദക്ക ചെയ്യുന്നവരാണ്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് സംഭാവന നൽകുന്നവരാണ്. അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മാത്രം മതിയാക്കാതെ അവരുടെ ഇടപാടുകളിലും ബിസിനസ്സിലൊക്കെ വരുന്ന ചില അപകടങ്ങളുണ്ട്, അബദ്ധങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ എന്ന് കരുതി മാറി നിൽക്കാതെ, കുറ്റപ്പെടുത്താതെ, വിമർശിക്കാതെ, സ്നേഹബുദ്ധിയെ നിങ്ങളുടെ ആഖിറത്തിന് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്, അത് പറഞ്ഞു തരൽ എനിക്ക് നിങ്ങളോടുള്ള നസീഹത്തിന്റെ ഭാഗമാണെന്ന മനസ്സോടെ അത്തരം കാര്യങ്ങൾ തിരുത്താനും പറഞ്ഞു കൊടുക്കാനും ശ്രദ്ധിക്കണമെന്നും കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആലിമീങ്ങളും പണക്കാരും സാധാരണക്കാരും ഒക്കെ കൂടുതൽ അടുത്ത് ചേർന്ന് നടക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ടതും ഉണർത്തേണ്ടതുമായ ചില സംഗതികൾ ഉണർത്തപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. അപ്പൊ അത്തരം ബിസിനസ്സിലൊക്കെ കാശ് കൊടുക്കുന്നത് അത് ഹലാലായ തന്നെ വകുപ്പുണ്ട്. ആ ഹലാലായ വകുപ്പിലേക്ക് മാറ്റിയാൽ മതി. ഇത്തരം ചില വിഷയങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചിലർ വന്ന് ചോദിക്കുമ്പോൾ പറയും, ചിലർ ആദ്യം ചോദിക്കും, ഉസ്താദ് ഒരു ബിസിനസ് ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടിന്ന്, അത് നമുക്ക് ആഖിറത്തേക്ക് പ്രശ്നം വരാതെ, പലിശ വരാതെ ഹലാലായ, എല്ലാം പലിശ ആവണമെന്നില്ല, പലിശ അല്ലാത്തതും ഹറാമുണ്ടല്ലോ, പലിശ മാത്രമല്ലല്ലോ ഹറാമ്. അത് ചെയ്യാതെ ഛർദ്ദിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലത് വരുമ്പോൾ ഒരു കക്ഷി എന്ന് ചോദിക്കും, പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങളാ
കരാറ് പലതും തെറ്റാണ്, ശരിയല്ല. പക്ഷെ അതിന് നിങ്ങളെ മാത്രം കിട്ടിയാൽ പോരാ, മറുകക്ഷിയെയും കിട്ടണം. ചിലർ രണ്ടാളും കൂടി വരാറുണ്ട്, അവരുടെ കരാറ് മാറ്റി എഴുതാറുണ്ട്, നിയമപരമായി മാറ്റാറുണ്ട്. കാരണം പരമാവധി ചെറിയ ചില ശ്രദ്ധകൾ ചെലുത്തിയാൽ ഇത്തരം സംഗതികൾ ഹലാലായി കൊണ്ടെടുക്കാൻ തന്നെ വകുപ്പുകളുണ്ട്. അതിന് ഉസ്താദുമാരുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഖിറാലും ഷിർക്കത്തും കൂടി ഒന്നിച്ച് നടത്താവുന്ന ഒരു വശം ആലിമീങ്ങളുടെ വായനക്ക് വേണ്ടി വിശദമായി സംശയമുള്ളവരായി വാർത്ത നോക്കി വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. ചെറുപ്പക്കാരായ ഉസ്താദുമാർ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്, വലിയ ആലിമീങ്ങളോട് ഉപദേശിക്കുകയല്ല. ഫതാവൽ കുബ്രയുടെ 3-ാം വാള്യം 109-ാം പേജിൽ ഒരു ചോദ്യ ഉത്തരം കാണാം. വസൂല റളിയല്ലാഹു അൻഹു അമ്മൻ ഖാറല ശഖ്സൻ ഫഷ്തറ വബാഅ ഫലമ്മാ നുല്ല സമനു വലം യദ്ഹർ ഫീഹി റിബ്ഹുൻ അഖദൽ ആമിലു മാലൻ. ആദ്യ ഖിറാലായിരുന്നു, ആമിൽ കാശ് എടുത്തിട്ടില്ല, മാലിക്ക് കാശ് കൊടുത്തതാണ്. ഒരാളുടെ കാശ്, ഒരാളുടെ പണി. പക്ഷെ പിന്നീട് അത് ലാഭം ഒക്കെ മൊത്തം വിറ്റ് തീർത്ത് നോക്കുമ്പോൾ ലാഭമൊന്നുമില്ല. അപ്പൊ ചെയ്തു അലാഫഹു ഇലാ മാലിൽ ഖിറാലി, ആമിൽ കുറച്ച് ധനം ഖിറാലിലേക്ക് കൂട്ടി. രണ്ടാളെടുത്തൊന്നും മാല് വന്നു. بإذن المالك ثم عمل فيه فما حكم الربح الحاصل بعد ذلك فأجاب بقوله إن جرى ذلك بعد فسخ عقد القراض أو استرداد المالك رأس المال فهو محض شركة. നേരത്തെയുള്ള ഖിറാദ് ഫസ്ഖ് ചെയ്ത് ഷിർക്കത്ത് രൂപത്തിലേക്ക് പൂർണ്ണമായി മാറ്റിയാൽ മുമ്പ് നേരത്തെ തനി ഖിറാദായിരുന്നു, ഇപ്പോൾ തനി ഷിർക്കത്തായി. അതേസമയം ഇല്ല, അങ്ങനെ മാറ്റുന്നില്ലെങ്കിൽ സ്വഹത്തി ഷിർക്കത്തു മഅ ബഖായി അഖ്ദിൽ ഖിറാദ്, സ്വഹത്തി ഷിർക്കത്തു മഅ ബഖായി അഖ്ദിൽ ഖിറാദ്, ഷിർക്കത്തും ഖിറാദും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള നിയമാനുവാദം ഉണ്ട്. فيعمل في الربح بمقتضى العقدين شركة وقراضا فإن تساويا في المال. നേരത്തെ പറഞ്ഞ 50,000 50,000 രണ്ടും ഒരുപോലെയാണ് കാശ്. فالربح بينهما نصفين. ടോട്ടൽ ലാഭം രണ്ടാൾക്കും പൗതിയും പൗതിയായിട്ട് ആദ്യം മനസ്സിലാക്കണം. പക്ഷെ പിന്നെ വലിൽ ആമിലി നടത്തിപ്പുകാരനുണ്ടാകും, മിൻ ഹിസ്സത്തിൽ മാലിക്ക് പുറത്തുനിന്ന് നടത്തിപ്പുകാരനല്ലാതെ കാശ് കൊടുത്ത ആളിൽ നിന്ന് മാക്കാന ശറത്തലഹു മിന റിബിഹി മാക്കാന ശുരിത്തലഹു മിന റിബിഹി. അങ്ങനെയാണ് ഞാൻ നേരത്തെ 7,500 ഒരാൾക്കും 2,500 ഒരാൾക്കും എന്ന് പറഞ്ഞത്. ഫതാവൽ കുബറ 3/109. ഞാനിത് പറയുന്നത് വിശദീകരിച്ചിട്ടില്ല. ഇത്തരം സംശയങ്ങൾ പലതും വരുമ്പോൾ ചില ഉസ്താദുമാർ തന്നെ ഷിർക്കത്താവുമ്പോൾ ഇങ്ങനല്ലേ, ഖിറാദാവുമ്പോൾ ഇങ്ങനല്ലേ, ഇതിവിടെ രണ്ടും നടക്കൂലല്ലോ എന്ന് പറയുന്ന കേസുകളിൽ ഈ നിയമം ഉപയോഗപ്പെടുത്തിയാൽ കൃത്യമായ പരിഹാരമാവാറുണ്ട്. അതിന് സിഹത്തും ജവാദും ഉണ്ട്. ബാക്കി ആലിമീങ്ങളായി വാർത്ത ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? സാധാരണ നമ്മളെ നാട്ടുമ്പുറങ്ങളിൽ, ഇനി ഇത് ഓൺലൈനിലൂടെ നടത്തിയാലും നിയമം തന്നെയാണ്. സാധാരണ നാടുമ്പുറങ്ങളിലൊക്കെ പടച്ചോനെ പേടിയുള്ള 5 വക്ത് നിസ്കാരമുള്ള, എനിക്ക് ഹറാമ് വേണ്ട ഹലാല് മതി എന്നുള്ള നിലക്ക് ഹലാലായ വരുമാനം കാത്തിരിക്കുന്ന പലർ, ഹലാലായ വരുമാനം തരാന്ന് ബിസിനസ്സിക്ക് കാശ് വാങ്ങുന്ന പലരും അവരുടെ ശ്രദ്ധ കുറവ് കൊണ്ട് അത് കുറ്റകരമായ രീതിയിലേക്ക് സംഭവിക്കുന്നുണ്ട്. അറിയാത്തതല്ലേ പടച്ചോൻ പൂർത്തിയരൂലെന്ന് അങ്ങനെ പറയാൻ പറ്റൂല, അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആ ഭാഗം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോ ഓൺലൈൻ ഇടപാടിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഓൺലൈൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമ്മുടെ ഇടപാടുകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മത്സ്യത്തിന് കാരണമാവുമല്ലേ എന്ന് ആദ്യം ശ്രദ്ധിക്കണം. ചില ഇടപാടുകളിൽ ഞാൻ പറഞ്ഞല്ലോ, നിശ്ചിത സംഖ്യ കൊടുത്താൽ അതിൻ്റെ 12% നിങ്ങൾക്ക് ലാഭം തരും. അങ്ങനെ നിങ്ങളുടെ സംഖ്യ 12% ലാഭം അടക്കം ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 12 മാസം കൊണ്ട് തിരിച്ചിട്ടും എന്ന കരാറുള്ള ചില ഇടപാടുകളുണ്ട്. ഇവിടെ പേരെന്താ പറയാന്ന് എനിക്കറിയൂല. ആ സംഗതിയിൽ പ്രശ്നമുണ്ട്. കാരണം കൊടുക്കുന്ന സംഖ്യയുടെ ലാഭശതമാനം നിശ്ചയിച്ചുകൊണ്ട് ഇടപാട് നടത്താൻ പറ്റൂല. ഇനി ഇ കൊമേഴ്സ് ഓൺലൈനിലൂടെയുള്ള ഇടപാടുകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഒറ്റടിക്ക് അതിനോടൊന്നും പുറംതിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നും ഇസ്ലാമിനില്ല. അത് പുറംതിരിഞ്ഞ് നിൽക്കാനും കഴിയില്ല. ഓൺലൈനിലൂടെ ഉള്ള എല്ലാ ഇടപാടും ശരിയാന്നല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഓഫ്ലൈനിലൂടെ നടത്തുന്ന ഇടപാട് തെറ്റാണെങ്കിൽ പിന്നെ അത് ഓൺലൈനിലൂടെ ആകുമ്പോഴും തെറ്റാവും. അതേസമയം ഓഫ്ലൈനിലൂടെ നടത്താവുന്ന ഇടപാടുകൾ ഓൺലൈനിലൂടെ നടത്തുന്നതിന് വിരോധമില്ല. ഇന്നിപ്പോ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതും പലരും വിൽക്കുന്നത് തന്നെ ഓൺലൈനിലൂടെയാണ്. ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങിയ ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാകും. ഞാൻ
വല്ലാതെ എനിക്കത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട്. എന്നാൽ എനിക്ക് തോന്നിപ്പോവും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഓൺലൈൻ മുഖേന വീട്ടിലെത്തി വാങ്ങാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇവർ ഈ അങ്ങാടിയിലേക്ക് നടക്കുന്നതാണ്ട് ഒഴിവായി കിട്ടിയ അതന്നെയല്ലേ നല്ലത്. എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഞാനിങ്ങനെ പറയാനിങ്ങനെ ഇതിങ്ങനെ മൊത്തത്തിൽ ഓൺലൈനിൽ ഇതും പോകുന്നത് കൊണ്ട് എല്ലാം കൂടി കുടുംബകാര്യം പറയാൻ പറ്റൂലല്ലോ. വീട്ടിൽ നിന്ന് പൊതുവെ എൻ്റെ രീതി അനുസരിച്ച് സ്ത്രീകളെ നമ്മൾ കടയിൽ കൊണ്ടുപോകാറില്ല. അവർക്ക് തുണി വാങ്ങാനും ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കാറാണ്. പിന്നെ എൻ്റെ കുട്ടിയൊക്കെ ശീലമുള്ളത് കൊണ്ട് ഭാര്യയും കുട്ടികളും പറയും നിങ്ങളെ സെലക്ട് മതി, കാരണം നിങ്ങൾ നല്ല സാധനം എടുക്കുള്ളൂ എന്ന് അവർക്കറിയാം. പിന്നെ കടക്കാരും നമ്മളും കൂടി ബന്ധമുണ്ടായതുകൊണ്ട് ചിലപ്പോൾ കടക്കാർ ഒരു പർദ്ദ കിട്ടണമെങ്കിൽ ഒരു 10 തരും, വരി കൊണ്ടുപോയിട്ട് അവർക്ക് പറ്റിയെടുത്തോട്ടെ എന്നറിയാം. പക്ഷെ അതിൽ പിന്നെ ഒരു പ്രശ്നം, ഒന്ന് വാങ്ങാൻ ഉദ്ദേശിച്ച ഭാര്യ ചിലപ്പോൾ 2 വാങ്ങും, കാരണം 10 മുന്നേ കാണുമ്പോൾ അപ്പം അങ്ങനെ. പക്ഷേ അതൊന്നും ഇപ്പം എല്ലാ വീട്ടിലും നടക്കൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഓൺലൈനിലൂടെ ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തുന്ന സംവിധാനം മുന്നിലുണ്ടല്ലോ. എങ്കിൽ പിന്നെ പുറത്തിറങ്ങാൻ മടിയുള്ള സ്ത്രീകൾക്ക് പരമാവധി ഹിജാബിൻ്റെ നിയമങ്ങൾ, ഹിജാബ് മറ്റൊരു വലിയ സംഗതിയാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കൽ മാത്രം അല്ല, ഹിജാബ് നിയമങ്ങളുടെ ഒരു വകുപ്പ് മാത്രമാണ് പുറത്തു പോകുന്നതിനുള്ള നിയന്ത്രണം. അത് തന്നെ തീരെ പുറത്തു പോകരുത് എന്ന് അതിനർത്ഥമില്ല. ആവശ്യങ്ങൾക്ക് പുറത്തു പോകാം, പക്ഷെ പുറത്തു പോകുമ്പോൾ നിയന്ത്രണം വേണം. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ നിയമങ്ങളുണ്ട്. സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്ത്രീ വീട്ടിൽ നിന്ന് തീരെ പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമിൽ നിയമമില്ല. സഹീഹ് ബുഖാരിയുടെ ഹദീസാണ്, നിങ്ങളുടെ ആവശ്യത്തിന് പുറത്തു പോകാൻ അള്ളാഹു നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഖുറൂജിന്റെ നിബന്ധനകൾ പാലിക്കണം. ആണ് പുറത്തിറങ്ങുമ്പോൾ ഇല്ലാത്ത ചില നിബന്ധന ഇസ്ലാമിന് സ്ത്രീ പുറത്തിറങ്ങുമുണ്ട്. സൗകര്യമുള്ളവർ സ്വീകരിച്ചാൽ മതി, അല്ലാത്തവർക്ക് ആ ഇസ്ലാം എന്നെ സ്വീകരിക്കാതെ മാറി നിൽക്കാനുള്ള സൗകര്യം ഭൗതിക ലോകത്തുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണിനില്ലാത്ത ചില നിയന്ത്രണങ്ങൾ സ്ത്രീക്കുണ്ട്, സ്ത്രീക്കില്ലാത്ത ചില നിയമങ്ങൾ ആണിനും ഉണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ സ്ത്രീക്ക് പുറത്ത് ആവശ്യങ്ങൾക്ക് പോകാം, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. സ്ത്രീക്ക് യാത്ര ചെയ്യാം, യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വേദിയിൽ പോയപ്പോൾ ചോദ്യം വന്നു, സ്ത്രീ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു സ്ത്രീക്ക് ഡ്രൈവിംഗ് പഠിക്കാം, സ്ത്രീക്ക് ഡ്രൈവിംഗ് പഠിക്കാം. സ്ത്രീ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് ഇസ്ലാം തെറ്റാക്കിയതൊന്നും അല്ല. അപ്പൊ റോട്ടുമക്ക് നോക്കേണ്ടി വരൂലേ? നോക്കേണ്ടി വരും. റോട്ടുമക്ക് നോക്കരുത്, തെറ്റല്ലല്ലോ. അപ്പൊ മുന്നിലുള്ള ആളെ കണ്ടുപോകൂലേ? മുന്നിലുള്ള ഒരാളെ കണ്ടുപോകലും ബോധപൂർവം ഒരാളെ നോക്കലും രണ്ടാണ്. പെണ്ണിന് ഹറാമുള്ളത്. ആവശ്യത്തിന് വേണ്ടി നോക്കുമ്പോൾ ഇൻഫിആല നോട്ടം പെണ്ണിൽ എത്തിപ്പോയാൽ അതിന്റെ പേരിൽ കുറ്റക്കാരൊന്നുമല്ല. അപ്പൊ നളറിന്റെ മസല പറഞ്ഞിട്ട് ഡ്രൈവിംഗ് പഠനം ഹറാമാന്നൊന്നും ഫത്വ കൊടുക്കേണ്ട സംഗതിയില്ല. എന്നത് ഇത് പ്രോത്സാഹിപ്പിക്കണമെന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ സ്ത്രീ ഡ്രൈവിംഗ് പഠിച്ചാലും സ്ത്രീ ഒറ്റക്ക് സഫർ ചെയ്യുന്നതിന് ഇസ്ലാമിൽ നിയന്ത്രണമുണ്ട്. ഡ്രൈവിംഗ് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു പെണ്ണിന് ഒറ്റക്ക് അങ്ങനെ യാത്ര ചെയ്തുകൂടാ. ഇസ്ലാം, ഞാൻ പിന്നെയും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരോടാണ് ഈ സംഗതി പറയുന്നത്. അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഭൗതിക ലോകത്ത് സൗകര്യമുണ്ട്. ആഖിറത്തിൽ ഫലം രണ്ടാണെങ്കിലും അത് സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൂടാ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ചില വകുപ്പുകളുണ്ട്, പറ്റാത്ത വകുപ്പുകളുണ്ട്. അപ്പൊ ഞാൻ ഇരിക്കട്ടെ, പറഞ്ഞപ്പോൾ അതിന് കൂടുതൽ പറഞ്ഞതാ. പരമാവധി സ്ത്രീകൾ അപ്പൊ ഹിജാബിന്റെ നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഉസ്താമാരെ മുന്നേ കിട്ടിയ കൂട്ടത്തിൽ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരായ ആലിമീങ്ങൾ ദൈവയുടെ പുതിയ മോഡൽ എന്ന നിലക്ക് ആണും പെണ്ണൊക്കെ കൂടിക്കലർന്നുകൊണ്ടുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ആലിമീങ്ങളെ കിട്ടുമ്പോഴൊക്കെ ഞാനത് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സംഗതി ഇവിടെയും പറയുകയാണ്. വനിതാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് അതിൻ്റെ ഉള്ളിൽ റബീഉൽ അവ്വലിനോടനുബന്ധിച്ചോ മറ്റോ ഒരു ബുർദ അല്ലെങ്കിൽ അവരുടെ ഒരു പരിപാടി ഒന്നും സംഘടിപ്പിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്യപുരുഷന്മാരായ ഉസ്താദുമാരും കൂടി ആ സ്റ്റേജിലിരിക്കുകയും മുതിർന്ന പെൺകുട്ടികളെ കൊണ്ട് പാട്ടുപാടിപ്പിക്കുകയും എന്നിട്ട് അത് വീഡിയോ എടുക്കുകയും അത് യൂട്യൂബിൽ കടത്തുകയും ചെയ്യുന്ന അതാണ് ദീനീ ദൈവത്തി എന്ന് ദയവായി ഉസ്താദുമാർ വിചാരിക്കരുത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്തയുള്ള ജമിയത്തുലമയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രാവശ്യം റേഞ്ച് തലങ്ങളിലൂടെയുള്ള മുഅല്ലിം നേതൃത്വത്തെ വിളിച്ചു വരുത്തിയിട്ട് റബീഉൽ അവ്വലിൽ ശ്രദ്ധിക്കേണ്ട റബീഉൽ അവ്വൽ പ്രോഗ്രാമുകളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാസ് അവതരണം നടന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ്.
അത്തരം ചില സംഗതികൾ ആലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഇത് എവിടേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. ആ കാര്യം ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. വനിതാ സ്ഥാപനങ്ങൾ ആവശ്യമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പരമാവധി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹാസിന് പരിഗണിച്ചുകൊണ്ട് എങ്ങനെ നടത്താം, അതിന് മനസ്സുള്ളവരാണ് അത് നടത്തേണ്ടത്. ആണും പേണും കൂടി കലർത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ദൈവത്ത് വേണ്ടത് എന്ന ഒരു ചിത്രം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കരുത്. ലോകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അത് നമ്മളായിട്ടൊരു ശരിയല്ലാത്ത മാറ്റത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കേണ്ടതില്ല എന്ന് കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോയതാണ്. പെണ്ണ് പുറത്ത് ഞാൻ വിഷയം ഓൺലൈനായിരുന്നു. അപ്പോൾ ആവശ്യ സാധനങ്ങളൊക്കെ വീട്ടിലിരുന്ന് ഓർഡർ കൊടുത്തിട്ട് പെണ്ണിനും ആണിനൊക്കെ വാങ്ങാനുള്ള വകുപ്പുണ്ട്. പെരീക്ക് സാധനം കൊടുത്തരും, കാശപ്പാണ്ട് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ പെണ്ണ് പുറത്തിറങ്ങണ്ടേയില്ല. എനിക്ക് നല്ലൊരു സൗകര്യമായിട്ട് തോന്നി നല്ലൊരു സൗകര്യം. ഞാനങ്ങനെ പറഞ്ഞാലോ, മറ്റിപ്പോൾ എനിക്ക് പണിയാണ്. കുട്ടിയൊക്കെ ഡ്രസ്സ് ഞാൻ തന്നെ വാങ്ങി കൊടുക്കാൻ ഓരോട് പറയാം, നമ്മൾ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്ത് എന്നിട്ട് സാധനം വരും, അപ്പോൾ വാങ്ങാം. എന്താ പ്രശ്നം? ഓൽക്ക് പുറത്ത് കൊണ്ടല്ലോ. അപ്പം നമ്മൾ ഉസ്താദുമാർ പറയാം ഇത് ഏതില്ല. അപ്പോൾ ഇനി അത് മാത്രമല്ല, ട്രെയിനിൻ്റെ ടിക്കറ്റ് വേണ്ട. ട്രെയിൻ ടിക്കറ്റ് ഒരു പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ഓൺലൈൻ സംവിധാനത്തിലൂടെ തന്നതായിരിക്കും അല്ലേ? ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്, ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ അവിടെ നമുക്ക് ഉള്ള റൂം വാടകയ്ക്ക് എടുക്കലടക്കം വരെ ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് കൂടുതലും നടക്കുന്നത്. അതൊന്നും ഒറ്റടിക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. അത് ക്രമേണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ചില നല്ല സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പം ഞാൻ ഉണർത്തിയത്. അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചില ഉസ്താദുമാർ പറയും അവിടെ ഏതില്ല, സാധനം ബൈഇൽ റുയ്യത്തില്ലല്ലോ എന്നാണ് ചിലരൊക്കെ ചില വേദികളിൽ ചോദിച്ചത്. ബൈഇൽ റുയ്യത്തില്ലല്ലോ. അതൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ഫിഖ് അനുവദിച്ച വകുപ്പുകളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മുഖേന സാധനം വാങ്ങുമ്പോൾ പല കോലത്തിൽ വാങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, ഓഫ്ലൈനിലൂടെ നടത്തിയാൽ പറ്റുന്ന സംഗതി ഇപ്പോൾ ഓൺലൈനിലൂടെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. മറ്റേ ചിലത് ഉണർത്തിപ്പോയിട്ടുണ്ട്. ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ റുയ്യത്തുൽ മബീ, വസ്തു കണ്ട് വാങ്ങാന്നാണല്ലോ ഇസ്ലാമിൻ്റെ രീതി. അതവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അത് പറ്റൂല എന്ന് പറയുന്ന മുതാലിങ്ങൾ ഉണ്ട്. അങ്ങനെ ഒറ്റടിക്ക് അങ്ങ് തീരുമാനമാക്കണ്ട. അത് ബൈഇ നമ്മുടെ ഫിഖ്ഹിൽ ഞാൻ ഈ പറയുന്നത് പല വകുപ്പിലേക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെയാണ് വിഷയത്തിൻ്റെ. പിന്നെ ആ വിഷയം തസൂറാക്കി നമുക്ക് വിറ്റാക്കാം. ബൈഇ 2-3 ഇനം ബൈഇ ഉണ്ട് ഫിഖ്ഹിൽ. ബൈഉൽ മുഅയ്യൻ, ബൈഉൽ മബീഅ് ഫി ദിമ്മത്തി, സലം. ഇത് 3 ഒരു നിശ്ചിത വസ്തു കൂടെ ഉണ്ട്, അതിനെ ബൈഅ് നടത്തി. ഉദാഹരണം, എൻ്റെ ഈ മൊബൈൽ, ഈ കയ്യിലുള്ള ഈ മൊബൈൽ ഞാൻ നിങ്ങൾക്ക് വിൽപ്പന നടത്തുന്നു. ഇന്ന വിലക്ക് ഞാനിത് നിങ്ങൾക്ക് വിറ്റു, നിങ്ങൾ വാങ്ങി. ഇത് ബൈഉൽ മുഅയ്യനാണ് എന്ന് പറഞ്ഞ അർത്ഥം അവിടെ ആ ബൈഅ് ബന്ധപ്പെട്ടതൊരു നിശ്ചിത വസ്തുവിനോടാണ്. ഇതേപോലെയുള്ള
മൂന്നിനം. ഒന്ന് ബൈഉൽ മുഅയ്യൻ, നിശ്ചിതമായ ഒരു വസ്തുവിനെ ഇടപാട് നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ആ ബൈഅ് ബന്ധിക്കുന്നത് ഒരു നിശ്ചിതമായ ഒരു ഫർദിനോടാണ്, ഒരു ജുസ്ഇയിനോടാണ്, കുല്ലിയ സ്വഭാവമല്ല. ഈ മൊബൈൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന വിലക്ക് വിറ്റു, നിങ്ങൾ വാങ്ങി. അവിടെ ഇതേ സ്വഭാവമുള്ള 10 മൊബൈൽ അപ്പുറം എൻ്റെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഈ ബൈഅ് അതിനോട് ബന്ധിച്ചിട്ടില്ല. എന്നല്ല, നിങ്ങൾക്ക് മുഷ്തരിക്ക് കൈവശം കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പകരം വേറൊന്ന് കൊടുത്താൽ നടക്കൂല. ആ ബൈഅ് മുൻഫസിഖായി പോയി. പകരം വേണമെങ്കിൽ മറ്റൊരാക്കത് വേറെ നടത്താം. ഫതുഹുൽ മുഈനിലടക്കം ഫസ്ലുൻ ഫീ ഹുക്മിൽ മബീഇ ഖബ്ലൽ ഖബ്ളി, ഫസ്ലുൻ ഫീ ഹുക്മിൽ മബീഇ ഖബ്ലൽ ഖബ്ളി എന്നൊരു ഫസ്ലുണ്ടല്ലോ ഫതുഹുൽ മുഈനിലടക്കം. അവിടെ കാണും മുഷ്തരിക്ക് കൈവശം കൊടുക്കുന്നതിൻ്റെ മുമ്പ് വിൽക്കപ്പെട്ട വസ്തു ബായിന്റെ കൈവശത്തിൽ വെച്ച് നഷ്ടപ്പെട്ടാൽ ഇംഫസഖൽ ബൈഉ, ബൈഅ് സ്വയം ഫസ്ഖായി പോകും. അതേ രൂപത്തിൽ വേറെ ഒന്ന് അവിടെ ഉണ്ടെങ്കിൽ രണ്ടാമത് വേറെ ഒരാക്കത് നടത്താമെന്നല്ലാതെ ഈ നടന്ന ബൈഇന് അതുമായിട്ട് ബന്ധമില്ല. കാരണം അവിടെ ബൈഅ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരു നിശ്ചിത വസ്തുവിനോടാണ്. ഇതാണ് നമ്മുടെ ഫിഖ്ഹിൽ ബൈഉൽ മുഅയ്യൻ. മിക്കവാറും ഫസ്ലുൻ ഫീ ഹുക്മിൽ മബീഇ ഖബ്ലൽ ഖബ്ളി എന്നൊക്കെ പറയുന്ന ആ ഫസ്ല് തന്നെ ഈ ബൈഇലേക്കേ ബാധകമാകുള്ളൂ. ഇനി ഞാൻ പറയാനിരിക്കുന്ന 2 ബൈആയിട്ട് അതിന് ബന്ധമില്ല. ഇങ്ങനെ ഫസ്ലുൻ ഫീ ഹുക്മിൽ ബൈഉൽ മുഅയ്യൻ, അവിടെയാണ് റുഇയത്തുൽ മബീഇ ഷർത്തുള്ളത്. ബൈഉൽ മുഅയ്യൻ എന്ന് പറഞ്ഞിടത്ത് റുഇയത്തുൽ മബീഇ ഷർത്തുണ്ട്. നിശ്ചിതമായൊരു വസ്തു പറഞ്ഞാൽ ഒരു ജുസ്ഇ സ്വഭാവം എന്ന് പറഞ്ഞത് അവിടെ ഒന്നുണ്ട്, അതിനോടാണ് ബൈഅ് ബന്ധപ്പെട്ടത്. അത് നശിച്ചാലോ ബൈഅ് ഫസ്ഖാകും. ഈ രൂപത്തിലാണെങ്കിൽ അവിടെ റുഇയത്ത് ഷർത്തുണ്ട് എന്നാണ് ശാഫിഈ മദ്ഹബിന്റെ പ്രബലമായ അദ്ഹറായ ഖൗൽ. അവിടെ അങ്ങനത്തെ ഒരു വസ്തു വിൽപ്പന നടത്തുമ്പോൾ ബൈഉൽ മുഅയ്യനിൽ റുഇയത്തില്ലാതെ വിൽപ്പന നടത്തിയാൽ സ്വഹീഹാവോ ഇല്ലേ? അതിനെക്കുറിച്ചാണ് ബൈഉൽ വായിബ് എന്ന് നമ്മുടെ ചെറിയ മുത്താലിങ്ങൾ ഉദ്ദേശിച്ചാണ് ഈ ഭാഷ പറയുന്നത്. ബൈഉൽ വായിബും ബൈഉൻ ലി വായിബും 2 ഇബാറത്ത് കാണും ഫിഖ്ഹിൽ. അത് രണ്ടും ബൈഉൻ ലി വായിബ് എന്ന് പല പ്രയോഗങ്ങളും, അത് ലാമു അൽഫിലാമിന്റെ വ്യത്യാസം മാത്രമല്ല കേട്ടോ, വിഷയം 2 ഉണ്ട് എന്ന് ഉണർത്തലാണ്. വായിബായ മുഷ്തരിക്ക് വിൽപ്പന നടത്തുന്ന രൂപം, അതാണ് ഒരു ബൈ. അതിപ്പോ എന്റെ ചർച്ചയിൽ പറഞ്ഞ 3 എന്ന് പറഞ്ഞപ്പെട്ടതല്ല. ഇപ്പൊ ഇത് തന്നെ ഈ നിശ്ചിത വസ്തുത, ഈ മൊബൈൽ ഞാൻ നിങ്ങൾക്ക് വിറ്റു, നിങ്ങൾ വാങ്ങി. ഇത് ബൈഉൽ മുഅയ്യനാണ്. അതിൽ മുഷ്തരിൻ ഹാളിരിൻ ആണ്. മുസ്തരി ഇവിടെ ഉണ്ടല്ലോ. അതേസമയം ഈ മൊബൈല് ഇന്ന വിലക്ക് ഇന്ന വ്യക്തിക്ക് ഞാൻ വിറ്റു എന്ന് ഞാനിപ്പോൾ ഈജാബ് പറഞ്ഞു എന്ന് സങ്കല്പിക്കാം. ആ വ്യക്തി സദസ്സിലില്ല, മറ്റൊരു സ്ഥലത്താണ് ഉള്ളത്. ആ വ്യക്തിക്ക് ഈ ഈജാബിന്റെ വിവരം കിട്ടുമ്പോൾ അദ്ദേഹം ഇഷ്തറയ്തു അല്ലെ ഖബിൽതു നടത്തിയാൽ ആ ബൈഅ് സഹിയായി. ഇത് രണ്ടും ബൈഉൽ മുഅയ്യനാണ്. പക്ഷെ ഒന്നിൽ മുഷ്തരിൻ ഹാദിറാണ്, മറ്റൊന്നിൽ മുഷ്തരിൻ വായിബാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇബാറത്തുകൾ നമ്മുടെ ഫിഖ്ഹിൽ കാണും. അവിടെ വായിബ് മുസ്തരിയാകുക എന്നുള്ളതാണ്. അവിടെയാണ് മജ്ലിസുൽ ഖിയാർ എങ്ങനെയാണ് കണക്കാക്കുക, ഖിയാറുൽ മജ്ലിസ്. കാരണം ഇവിടെ ഒരു മജ്ലിസിൽ 2 ആളും ഇല്ലല്ലോ. 2 ആളും ഹാദറാണെങ്കിൽ തഫറുഖുൽ ബദൻ കൊണ്ട് ഖിയാറുൽ മജ്ലിസ് നീങ്ങും. ഇവിടെ എങ്ങനെ ഖിയാർ മജ്ലിസ്? അത് ഈജാബ് നടത്തിയ വിവരം അദ്ദേഹത്തിന് എത്തുന്ന മജ്ലിസ് ബുലൂഉൽ ഖബറിന്റെ മജ്ലിസാണ് പരിഗണിക്കേണ്ടത്. ഓൺലൈനിലൂടെ ഇടപാട് നടത്തുമ്പോഴും മജ്ലിസ് എങ്ങനെ തീരുമാനിക്കുക എന്നുള്ള ചോദ്യം തുടർ ചർച്ചകളിൽ ചിലപ്പോൾ ആവശ്യമാകും. അത് ഈ ബുലൂഉൽ ഖബറിന്റെ മജ്ലിസായി പരിഗണിക്കേണ്ടത് എന്ന് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു വായിബായ മുസ്തരിക്ക് ബൈഅ് നടത്തുന്ന ഇബാറത്തുകളും ചർച്ചകളും ഫിഖ്ഹിലുണ്ട്. ഇപ്പൊ ഞാൻ അതല്ല പറയുന്നത്. ബൈഉൽ വായിബ് മിൻഹാജിൽ കാണാം, വൽ അദ്ഹറു അന്നഹു ലാ യസിഹു ബൈഉൽ വായിബ്. എന്താണ് ബൈഉൽ ഷൈഇൽ മുഅയ്യനി അൽ വായിബ്? നേരത്തെ പറഞ്ഞ ബൈഉൽ മുഅയ്യൻ എന്ന സാധനം വായിബ് തന്നെ അർത്ഥം ലം യറഹു അഹദുൽ ആഖിദൈൻ. കലങ്ങിപ്പോയോ? ഒന്നുകൂടി പറയാം. ബൈഅ് 3 ഇനമുണ്ട്. ഒന്ന് ബൈഉൽ മുഅയ്യൻ, മറ്റൊന്ന് ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്ത്, മറ്റൊന്ന് സലാം. ഈ ബൈഉൽ മുഅയ്യനിലാണ് ഏത് ഷർത്ത്? റുഇയത്ത് ഷർത്ത്. ബൈഉൽ മുഅയ്യനായ വസ്തുവിനെ വിൽക്കുമ്പോൾ ലം യറഹു അഹദുൽ ആഖിദൈനി, ബായി മുസ്തരി രണ്ടാളും അല്ലെങ്കിൽ ഒരാൾ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് കിതാബുൽ ബൈഉൽ വായിബ് എന്ന് പറയും. അവിടെ വായിബ് എന്നത് മബീ ആയ വസ്തുവിന്റെ സിഫത്താണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു ചർച്ച വരും, മുസ്തരി വായിബാകുന്ന ഇടത്തേക്ക് ഇതാണ് ഇടയിൽ ഉണർത്തിയത്.
ഇങ്ങനെ വൽ അദ്ഹറു അന്നഹു ലാ യസ്ഹു ബൈഉൽ വാഇബ്. വാഇബ് എന്ന് പറഞ്ഞാൽ ബിഅല്ലം യറഹു അഹദുൽ ആഖിദൈനി വഇൻ കാന ഹാദിറൻ ഫിൽ മജ്ലിസി. സാധനം സദസ്സിൽ തന്നെയുണ്ട്, ബോട്ടിലിന്റെ അല്ലെങ്കിൽ ആ പെട്ടിയുടെ സുന്ദൂക്കിന്റെ ബോക്സിന്റെ ഉള്ളിലിരിക്കുക, സ്ഥലത്തന്നുണ്ട്, പക്ഷെ മുസ്തരി കണ്ടിട്ടില്ല. ഇത് ബൈഉൽ മുഅയ്യൻ അൽ വാഇബാണ്. മുഅയ്യനായ നിശ്ചിത വസ്തുവാണ്, കണ്ടിട്ടില്ല എന്നാണ് അവിടെ വായിബിന്റെ അർത്ഥം. ആ ബൈ സഹീഹല്ല എന്നാണ് മദ്ഹബിന്റെ മുഅ്തമദ്. പക്ഷെ അവിടെയും കാണാം വസ്സാനി യസ്ഹു, സാനി സഹീഹാകുമെന്നാണ്. സാധാരണ രീതിയിൽ സാനികൾ മിൻഹാജിൽ പറയാറില്ല, ഇവിടെ ഈ സാനി മിൻഹാജിൽ തന്നെ പറഞ്ഞ സാനിയാണ്. വസ്സാനി യസ്ഹു തുഅഫ കൂട്ടിക്കൊടുത്തു. വബിഹി ഖാലൽ അയിമ്മത്തു സലാസ. അലി യൂസഫ് അല്ലസി എഴുതി ലഅല്ല ഹികായത്തുൽ മുസന്നിഫി ഹാദ സാനിയ ഫിൽ മത്നി ലിഖുവത്തിൽ ഹി. ഏത് അൽഹറിന്റെ സാനിക്കും കുവ്വത്തുണ്ട്, അതിനേക്കാളുള്ളൊരു ശക്തമായ കുവ്വത്ത് ഈ സാനിക്കുള്ളത് കൊണ്ടായിരിക്കണം ഈ സാനി ഇമാം നവവി മിൻഹാജിൽ പറഞ്ഞത്. ഞാൻ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്? ബൈഉൽ മുഅയ്യൻ എന്ന വകുപ്പിലാണ് മബീഇനെ കാണുക എന്നുള്ള ഷർത്ത് ഉള്ളത്. അവിടെ തന്നെ കാണല് ഷർത്തില്ല എന്ന രണ്ടാം അഭിപ്രായമുണ്ട്. ആ രണ്ടാം അഭിപ്രായം കവിയാണ്, അമലിന് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഏതോ മുത്താലിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ഈ രണ്ടഭിപ്രായം ഒക്കെ ഉസ്താദ് ഇങ്ങനെ സ്റ്റേജിൽ ഇരുന്ന് പറയാൻ പറ്റുമോ, അത് ഫത്ത് കൊടുക്കാൻ പറ്റുമോ? രണ്ടഭിപ്രായം ഇങ്ങനെ അമലിന് പറ്റുന്നല്ലാതെ ഫത്ത് കൊടുക്കാൻ പറ്റുമോ? അമലിന് പറ്റുമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റൂലേ? അപ്പൊ പിന്നെ ലഈഫ് കൊണ്ട് ഫത്ത് കൊടുക്കാൻ പറ്റില്ല എന്നതിന്റെ അർത്ഥം എന്താ? വൽ മുറാദു ബിമൻഇൽ ഇഫ്താഇ ബിൽ മർജൂഹി ഇത്ലാഖു നിസ്ബത്തിഹി ഇലൽ മദ്ഹബി ബിഹൈസു യൂഹിമു സാമിഅ അന്നഹു ഹുവൽ മുഅ്തമദ് വഅമ്മൽ ഇഫ്താഉ ബിഹി അലാ തരീഖി തഅരീഫ് ബിഹി വഅന്നഹു യജൂദുൽ അമലു ബിഹി ഫഹുവ ഗൈറു മുംതനിഇൻ വഇഖ്ബാറുൽ അയിബത്തി ബിഹാദൽ മർജൂഹി وبجواز العمل به إفتاء منهم لنا بهذا المعنى. فوائد المدني വളരെ വിശദമായി വിശദീകരിച്ചത് കാണാം. മദ്ഹബിലെ മുഅ്തമദ് ഇന്നതാണ്, അതേസമയം അവിടെ ഇങ്ങനെ ഒരു രണ്ടാം അഭിപ്രായമുണ്ട്, അതനുസരിച്ച് അമൽ ചെയ്യാവുന്നതാണ് എന്നൊരു മുഫ്തി പരസ്യപ്പെടുത്തുന്നതിനോ പറഞ്ഞു കൊടുക്കുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല അമലിന് പറ്റുന്ന മർജൂഹുകളെ കുറിച്ച്. മർജൂഹ് കൊണ്ട് ഫത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് മദ്ഹബിന്റെ മുഅ്തമദി എന്ന് തോന്നലുണ്ടാകുന്ന രൂപത്തിൽ പറയാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ബൈഉൽ മുഅയ്യനിൽ റുയ്യത്തില്ല എന്നുള്ള വിഷയാക്കണ്ട, മുഅ്തമദിൽ റുയ്യത്തില്ല ഞാൻ സഹിയല്ല, റുയ്യത്ത് വേണമെന്നുള്ള ഒരു ഇല്ലാതെ സഹിയാവുന്ന രണ്ടഭിപ്രായമുണ്ട്. അതേസമയം ഓൺലൈനിലൂടെ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് വാങ്ങുമ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു, സാധനം മുന്നിലെത്തി, കവർ പൊട്ടിച്ച് കണ്ടു, കാശ് കൊടുത്തിട്ട് അപ്പൻ്റെ ഇടപാട് നടത്തി. എന്നാ പിന്നെ ബൈഉൽ മുഅയ്യനാണ്, റുയ്യത്തുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പലതും ചിലപ്പോൾ അങ്ങനൊന്നും ആവണമെന്നില്ല, നമ്മൾ കാണാതെ തന്നെ വാങ്ങാം. ആദ്യം ഇപ്പം ഈ കാണില്ല എന്നുള്ള പ്രശ്നം ഓൺലൈനിൽ മാത്രമൊന്നുമല്ല, നമ്മൾ ഓഫ്ലൈനിലും അങ്ങനെയാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പല സൂപ്പർ മാർക്കറ്റിൽ നിന്നും പലയിടത്തുനിന്നും സാധനം വാങ്ങി, നിങ്ങളത് കണ്ടിട്ടാണ് വാങ്ങിയത്. ഇത്ര സാധനം ഇന്ന അളവിൽ വേണമെന്ന് പറഞ്ഞു, അവർ പേക്കാക്കി തന്ന പേക്കും വാങ്ങി പോന്നില്ലേ? നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, ഞാൻ നിങ്ങളെക്കായി മുന്നിലാണ് ആ വിഷയത്തിൽ. ഞാൻ സാധനം വാങ്ങണ വണ്ടിയിൽ ഇത് കണ്ട് ഓണടിച്ചു ആട് വരുമ്പോൾ ഈസ്റ്റാണ്ട് കൊടുക്കും, ഒക്കെ പേക്കാക്കിയിട്ട് എൻ്റെ വണ്ടി കൊടുക്കും, കാശ് കൊടുത്തിട്ട് പോരും. പേരിയിലെത്തിയ ഭാര്യ ആവശ്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ കാണും. ഇങ്ങനെയാണ് അധികവും, എല്ലാം അങ്ങനെയെന്നല്ല. സ്വർണ്ണ ചെയിൻ വാങ്ങുകയാണെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് നോക്കും, സാധാരണ വാലിബും. അപ്പൊ ഈ റുയ്യത്തില്ല എന്നുള്ള പ്രശ്നം ഓൺലൈനിൽ മാത്രമല്ല, ഓഫ്ലൈനിലും ഇന്ന് മിക്ക വാലിബും എന്ന് പറഞ്ഞാൽ തെറ്റല്ല. കിതാബിൽ പറയുന്ന റുയ്യത്തില്ലാതെ തന്നെയാണ് വാങ്ങുന്നത്. കിതാബിൽ അരി വാങ്ങുമ്പോൾ ഉന്മൂദജി കണ്ടാൽ മതിയാവുമെന്ന് പറഞ്ഞത് എപ്പോഴാ? ആ ഉന്മൂദജി മബീനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലാണ്. ഈ സാമ്പിളായി കാണിച്ചത് കൂടി മബീൻ പെടുത്തിയിട്ടുണ്ടെങ്കിൽ മബീന്റെ ഭാഗമാവും, അപ്പം മതിയാകും. മേശപ്പുറത്ത് വെച്ച സാമ്പിൾ, പാത്രങ്ങളിൽ വെച്ച അരിയുടെ സാമ്പിൾ കണ്ടിട്ട് ചാക്ക് വാങ്ങി പോരുമ്പോൾ അവിടെ റുയ്യത്തില്ല. വാലിബും ഇന്ന് ഓഫ്ലൈനിൽ തന്നെ നടക്കുന്ന ഇടപാടുകളിൽ റുയ്യത്ത് വരുന്നില്ല എന്നതുകൊണ്ട് ആ ബൈയൊക്കെ സഹീഹല്ല, ബാത്തിലാണെന്ന് പറയേണ്ടതില്ല. മദ്ഹബിന്റെ മുഅ്തമദ് അനുസരിച്ച് സിഹത്തില്ല. അതേസമയം സിഹത്തുണ്ട് എന്ന രണ്ടാം അഭിപ്രായമുണ്ട്. വബിഹി ഖാലൽ അയിമ്മത്തു സലാസ, അത് നമുക്ക് അമലിന് പറ്റുന്നതാണ്, ആളുകളെ പരിചയപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇങ്ങനെ കാണാതെ തന്നെ വസ്തു വാങ്ങാം എന്ന ഒരു രണ്ടാം അഭിപ്രായമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നതിന്റെ പേരിൽ കുറ്റക്കാരനായി മാറൂല. ഇതൊക്കെ ബൈഉൽ മുഅയ്യൻ നഞ്ഞു കേട്ടോളി. ബൈഉൽ മൗസൂഫ് ഫി ദിമ്മ എന്നുള്ള രണ്ടാം വിഷയമാണ്.
ഇടയിലൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബൈഉൽ മൗസൂഫ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് സലമല്ലേ എന്ന് മനസ്സിലാക്കുന്ന ഒരു ധാരണ ഇന്ന് പലർക്കും ഉണ്ട്. അത് ശരിയല്ല. സലം എന്ന് പറഞ്ഞാൽ ബൈഉൽ മൗസൂഫി ബിലഫ്ലി സലമി അവി സലഫി, അസ്ലം തു അസ്ലഫ് തു തുടങ്ങിയ നിശ്ചിത ലഫ്ള് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ബൈഉൽ മൗസൂഫിനെ മാത്രമേ സലം എന്ന് പറയുള്ളൂ. ഇന്ന് മുൻകൂട്ടി കാശ് കൊടുക്കുന്നതിനൊക്കെ ഒറ്റയ്ക്ക് ചില മൗലവിമാർ അല്ലെങ്കിൽ മുത്താലികൾ പറയാതെ സലമല്ലേ അല്ല. എന്റെ വിശ്വാസത്തിൽ ഇന്ന് വാലിബും സലമ നടക്കുന്നില്ല, അല്ലെങ്കിൽ തീരെ നടക്കുന്നില്ല. കാരണം സലമ ആവണമെങ്കിൽ അസ്ലം തു അസ്ലഫ് തു തുടങ്ങിയ ഖാസായ ലഫ്ള് ഉപയോഗിച്ച് നടത്തണം. ശാഫിഈ ഫിഖ്ഹിലെ നിശ്ചിത ലഫ്ള് ഷർത്തുള്ള രണ്ടാക്കതാണ്. ഒന്ന് നിക്കാഹാണ്, തദ്വീജ് ഇൻകാഹ് അവിടെ വേണം, അല്ലെങ്കിൽ അതിന്റെ തർജമ ഇവിടെ തർജമ മതി. മറ്റൊന്ന് സലമാണ്. മുഅ്തമദാണ് പറയുന്നത്, ഖിലാഫുകൾ അവിടെയുമുണ്ട്. മുഅ്തമദ് അനുസരിച്ച് സലമിന് നിശ്ചിത ലഫ്ള് ഉപയോഗിക്കണം, നിക്കാഹിനും നിശ്ചിത ലഫ്ള് ഉപയോഗിക്കണം. അതിന് ലഫ്ളൻ ഔ തർജമത്തിഹി. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി കാശ് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്യുന്നതൊക്കെ സലമാണെന്നുള്ള ധാരണ ശരിയല്ല. ഇന്ന് സലമ് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല. കാരണം സലമിന്റെ നിശ്ചിത ലഫ്ളൊന്നും, കാരണം അധികം മുഅത്താത്ത സലമിന്റെ ലഫ്ളൊന്നും അവിടെ നടക്കണില്ല. പിന്നെ സലമ് എന്ന് പറഞ്ഞാൽ സലഫ് എന്ന ലഫ്ള് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ബൈഉൽ മൗസൂഫ. സലമല്ലാത്ത ബൈഉൽ മൗസൂഫ് ഉണ്ട്, അത് ഇന്ന് കൂടുതലും നടക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ കൂടുതലും അതാ നടക്കുക. അതെങ്ങനെ കേട്ടോളി. ഇപ്പോൾ ഓൺലൈനിലൂടെ നമ്മളൊരു മൊബൈൽ വാങ്ങാൻ നിൽക്കുക, മുന്നിൽ വന്നതിന് ശേഷം പെട്ടി പൊളിച്ചു നോക്കി കണ്ടിട്ട് മുഅത്താത്തിലൂടെ ഇടപാട് നടത്തുകയാണെങ്കിൽ ചർച്ചയല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതില്ലാതെ തന്നെ അങ്ങനെ ആവുമ്പോൾ ഇന്ന കമ്പനിയുടെ ഇന്ന നമ്പർ ഇന്ന സാധനം എന്നാണ് അതിന്റെ ഔസാഫുകളും ജിൻസും ഒക്കെ കൃത്യമായി പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇതാണ് ബൈഉൽ മൗസൂഫ്. അവിടെ ഒരു നിശ്ചിത വസ്തുവിനോടല്ല ഇടപാട് ബന്ധിക്കുന്നത്, മറിച്ച് ഇന്ന സ്വഭാവ ഗുണങ്ങളുള്ള ഇന്ന ക്വാളിറ്റിയുള്ള ഇന്ന സാധനം. അത് ചില മൊബൈലൊക്കെ ആണെങ്കിൽ കമ്പനി നമ്പറും പറഞ്ഞാൽ തന്നെ കൃത്യമാകും വസ്തുക്കൾ. പക്ഷെ ഈ കമ്പനിയിൽ അങ്ങനത്തെ ആയിരക്കണക്കിന് സാധനങ്ങൾ ഉണ്ടാവാം. അതിൽ ഏതെങ്കിലും ഒരു നിശ്ചിത ഫർദിനോട് നമ്മുടെ ബൈയെ ബന്ധിച്ചിട്ടില്ല. ചിലപ്പോ കമ്പനിയുടെ അടുത്ത് ഒറ്റ സാധനം അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പിന്നീട് അവർ നിർമ്മിച്ചിട്ട് തരുന്നതുമാവാം ചില ഇടപാടുകളിൽ. അവിടെ മബി കുല്ലിയായി കിടക്കുകയാണ്, ഒരു നിശ്ചിത ഫർദ് അല്ല. ബൈഉൽ മൗസൂഫിന്റെ സ്വഭാവം ഇപ്പോൾ പറയുന്നത് ഞാൻ ചെറിയ മുത്താലികളെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. മബി കുല്ലിയ എന്നാണ് ഇന്ന സ്വഭാവ ഗുണങ്ങളുള്ള ഇന്ന സാധനം. ഇവിടെ ഏതെങ്കിലും ഒരു സാധനത്തിനോട് പ്രത്യേക ഒരു ഫർദിനോട് അതിന്റെ ബന്ധമല്ല. അങ്ങനത്തെ ഒരുപാട് സാധനം അവിടെ ഉണ്ടാവാൻ ചിലപ്പോൾ ഒന്നുമില്ലാതിരിക്കാം. ഞാൻ അയാളുടെ അടുത്ത് 10 ഉണ്ട്, അത് 10 നശിച്ചു പോയാലും നമ്മുടെ ബൈ ഫസ്ഖാവൂല. കാരണം നമ്മളെ ബൈ അതിനോട് ബന്ധിച്ചിട്ടില്ല. നമുക്ക് അയാളുടെ ബാധ്യത എന്താ? പറയപ്പെട്ട രൂപത്തിൽ സ്വഭാവ ഗുണങ്ങളുള്ള സിഫാത്തുള്ള ഒരു സാധനം തരണമെന്നേ ഉള്ളൂ. ഇതാണ് ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്ത്. അവിടെ സലമിന്റെ ലഫ്ള് ഉപയോഗിച്ചിട്ടുമില്ല. എന്നാൽ ഷാഫി മദ്ഹബിന്റെ മുഅ്തമദിൽ തന്നെ അവിടെ റുയ്യത്ത് ഷർത്തില്ല. റുയ്യത്ത് ഷർത്ത് വരുന്നത് തന്നെ ബൈഉൽ മുഅയ്യനിലേ ഉള്ളൂ. ബൈഉൽ മൗസൂഫിൽ ഫി ദിമ്മത്തിൽ റുയ്യത്ത് ഷർത്തില്ല. ബൈഉൽ മുഅയ്യനിൽ റുയ്യത്ത് ഷർത്തുണ്ട് എന്നും അവിടെ റുയ്യത്തില്ല ഞാൻ സഹിയാവൂല എന്നാണ് മുഅ്തമദ് എന്നും സാനി സഹിയാകുന്നുള്ള കൂടുതൽ വിവരങ്ങൾ തുഹഫയിൽ ബൈഇന്റെ ബാബിൽ തന്നെ ഉണ്ട്. സാധാ ഡിസ്ക് അനുസരിച്ച് 4-ാം വാള്യം 263-ലും 4-ാം വാള്യം 270-ാം പേജിലും അതിന്റെ വിശദീകരണങ്ങളുണ്ട്. അതേസമയം ബൈഉൽ മൗസൂഫ് ബി ദിമ്മത്താണെങ്കിൽ അതിൽ മുഅ്തമദ് അനുസരിച്ച് തന്നെ റുയ്യത്ത് ഷർത്ത് ഇല്ല എന്നും അവിടെ റുയ്യത്തിന്റെ പ്രശ്നം ഇല്ല എന്നും തുഹഫ 4-ാം വാള്യം 270-ാം പേജിലും 5-ാം വാള്യം 8-ാം പേജിലും കൃത്യമായി ചർച്ച നടക്കുന്നുണ്ട്. വബി ഖൗലി അൽ മുഅയ്യൻ ഉലിമ അന്ന وبقولي المعين علم أن هذا لا يخالف ما يأتي له في ثوبا صفته كذا بعتك ثوبا صفته كذا അല്ലെങ്കിൽ بعتك മൊബൈൽ صفته كذا എന്ന് പറയുകയും മറ്റാൾ വാങ്ങുകയും ചെയ്താൽ അത് സലമല്ല ബൈ ആണ്. കാരണം അവിടെ സലമിന്റെ ലഫ്ളില്ല, അത് ബൈഉൽ മൗസൂഫാണ്. അതുകൊണ്ട് റുയ്യത്ത് ഷർത്തില്ല. തുഹഫയുടെ 4-270, 5-8 പേജുകളിൽ കാണാം. ഓൺലൈനിലൂടെ സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ മിക്കവാറും വാലിബും ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്തായിട്ടാണ് വരിക. അവിടെ റുയ്യത്തിന്റെ പ്രശ്നമില്ല. ഞാൻ ഈ പറയുന്നത് ബൈഇലേക്ക് മാത്രമല്ല, വക്കൽ ബൈഇ അൽ സുൽഹു വൽ ഇജാറത്തു വർ റഹിനു വൽ ഹിബത്തു വനഹുഹ എന്ന തുഹഫ തന്നെ 4-264 പറഞ്ഞിട്ടുണ്ട്. ഇബാറത്ത് പൂർണ്ണമായി വായിക്കുന്നില്ല.
അപ്പൊ ഒന്ന് ബൈഉൽ മുഅയ്യൻ, അവിടെ മുഅ്തമദിൽ റുയ്യത്ത് വേണം, സാനിയിൽ റുയ്യത്ത് വേണ്ട. ബൈഉൽ മൗസൂഫ് ബിദിമ്മ റുയ്യത്ത് ചെയ്ത ഷർത്തില്ല. പിന്നുള്ളത് ഇനി സലമ്. സലമ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ബൈഉ മൗസൂഫിൻ ബിദിമ്മത്തി ബിലഫ്ളിസ് സലമി, അവിടെയും റുയ്യത്ത് ഷർത്തില്ല. അപ്പൊ 3 ബൈയിൽ ഒന്നിലേ റുയ്യത്ത് ഷർത്തുള്ളൂ, മറ്റേ 2ലും ഷർത്തില്ല. ഓൺലൈനിലൂടെ നടത്തുന്ന ഇടപാട് മിക്കവാറും 2ാം വകുപ്പിലാണ് പോയിട്ട് റുയ്യത്തിന്റെ പ്രശ്നമില്ല. പക്ഷെ റുയ്യത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ അവിടെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഫിഖ് അനുസരിച്ച് സാധാരണ ബൈഇന്റെ ഒരു രീതി മബീ ആയ വസ്തു മുഅയ്യനാകും. മുഅയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സാധനമാകും, ഫർദാവും. നിശ്ചിത സാധനം എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ എന്നല്ല ഉദ്ദേശിച്ചത്, ഈ മൊബൈൽ എന്നുള്ള സ്വഭാവം ഉണ്ടാകും. കുല്ലിയല്ല ജുദിഇയാകും. കാശാണെങ്കിൽ ദൈനായിട്ടായിരിക്കും. ദൈന് എന്ന് പറഞ്ഞാൽ അവധി നിശ്ചയിക്കാന്നല്ല. ദൈന് എന്ന് ഫിഖിൽ കാണുമ്പോഴത്തിന് മുത്താലിങ്ങൾ അത് അവധി നിശ്ചയിച്ചതെന്ന് മനസ്സിലാക്കരുത്. ദൈന് എന്ന് പറഞ്ഞാൽ മുഅയ്യനല്ലാതെ സിമ്മത്തിലുള്ള ബാധ്യതകൾക്കൊക്കെ ദൈന് എന്ന് പറയും. ഖർള് ഖാസാണ്, ദൈന് ആമാണ്. ഞാനിപ്പോ എന്ത് പറഞ്ഞു, അങ്ങോട്ടൊക്കെ 1000 റുപ്യക്ക് ഈ മൊബൈൽ നിങ്ങൾക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി. ഇപ്പൊ മബീ മുഅയ്യനാണ്, ആ 1000 രൂപ ദൈനാണ്. അതിന് നമ്മൾ അവധിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ദൈന് എന്ന് പറഞ്ഞാൽ അവധി പറയണ്ട. മുഅയ്യനല്ലാതെ വന്നാൽ അതിന്റെ ഫിഖ്ഹി ഭാഷയാണ് ദൈന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീശയിലുള്ള 1000 രൂപ ആയിട്ട് ഈ അക്കതിനൊരു ബന്ധമില്ല. ആ 1000 രൂപ നശിച്ചത് കൊണ്ട് ഈ അക്കത് ഫസ്ഖാവൂല. എനിക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു 1000 തരണമെന്നേ ബാധ്യതയുള്ളൂ. മബീ ജുസിഇയായി, നമുക്ക് ആലിമീങ്ങളുടെ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. മബീ ജുസിഇയായി പോയി സമന് കുല്ലിയായി കിടക്കുകയാണ്. ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്തിൽ മബീ തന്നെ ദൈനാണ് എന്നാണ് വൈറ് മുഅയ്യനായി കിടക്കുക. അവിടെ സമനം കൂടി വൈറ് മുഅയ്യനായി കിടക്കുമ്പോൾ അവിടെ നിയമത്തിൽ പ്രശ്നമുണ്ട്. ബൈഉ ദൈനി ബിദ്ദൈൻ എന്നുള്ള സംഗതി വരും. അത് മൻഹിയുൻ അൻഹുവാണ്. നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ കാലിഇ ബിൽ കാലിഇ യഅനി ബൈഅ ദൈനി ബിദ്ദൈനി. അതുകൊണ്ട് ഒരു ബൈഇൽ രണ്ടും വൈറ് മുഅയ്യനായി കിടക്കുക എന്നുള്ള രൂപം ശരിയല്ല എന്നാണ് ഫിഖ്ഹ്. സാധാരണ ബൈയിലും മബീ എന്താണ്? ഇതൊരു ദർസായി മാറിയില്ലേ? സാധാരണക്കാർ കേട്ടാൽ വല്ലാതെ പിടുത്തൊന്നും കിട്ടൂല. ഇപ്പൊ ദർസ രീതിയിലേക്ക് മാറി. സാധാരണ ബൈയിലും മബീ മുഅയ്യനാണ്, സമനോ വൈറ് മുഅയ്യനാണ്. അതിന് ദൈന് എന്നാ പറയാ. ബൈഉൽ മൗസൂഫ് ഫി ദിമ്മത്തിലും സലമിലും മബീ ദൈനാണ്. ദൈന് പറഞ്ഞാൽ മൗസൂഫും ഫി ദിമ്മത്താണ്, കുല്ലി സ്വഭാവമാണ്, ജുദിഇ സ്വഭാവത്തിലേക്ക് എത്തിയിട്ടില്ല. സമനും കൂടി അങ്ങനെ സ്വഭാവത്തിൽ നിലനിന്നാൽ രണ്ടും ദൈനാകുക എന്നുള്ള തെറ്റായി മാറും. അതുകൊണ്ടാണ് സലമില് അഖ്ദ് നടത്തുന്ന മജ്ലിസിൽ വെച്ച് കാശ് കൈവശം കൊടുക്കണമെന്ന് ഷർത്ത് വെച്ചത്. ഖബ്ളുസ് റഅസുൽ മാൽ. എന്നാൽ സലമല്ലാത്ത ബൈഉൽ മൗസൂഫ് ബി ദിമ്മത്തില് ഖബ്ള് റഅസുൽ മാൽ ഷർത്തില്ല. പക്ഷേ ആ അഖ്ദ് നടത്തിയ മജ്ലിസ് പിരിയുന്നതിന്റെ മുമ്പ് ഒന്നിനിക്കൽ സമന് മുസ്തരി ബായിലേക്ക് കൈമാറുകയോ അല്ലെങ്കിൽ സമനിനെ മുഅയ്യനായി ദൈനി എന്ന സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു നിശ്ചിത സ്വഭാവത്തിലേക്ക് മാറ്റുകയോ വേണം. നിശ്ചിതത അർത്ഥം 100 എന്ന് പറയണമെന്നല്ല കേട്ടോ. 100 എന്നല്ലെങ്കിലും പറയണല്ലോ, സംഖ്യ പറയണല്ലോ. അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ബാക്കി ഈ വാർത്തകൾ നോക്കിയാൽ ആലിമ്യങ്ങൾക്ക് മനസ്സിലാക്കാം. ചെറിയ മുത്താലിങ്ങൾ ഈ വിഷയത്തിലേക്ക് ഛർദ്ദിച്ചിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഭാഷയിൽ പറയുന്നത് എന്ന് പിന്നെയും പറയുന്നു, അല്ലാതെ ആർക്കും ഇത് അറിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് കാണും കിതാബില് സാധാരണ ബൈയില് മബീ മുഅയ്യനായതുകൊണ്ട് അവിടെ വേറെ ഷർത്തില്ല, ഈ ഷർത്തില്ല. സലമിലും സലമല്ലാത്ത ബൈഉൽ മൗസൂഫിലും മബീ വൈറ് മുഅയ്യനായി കിടക്കുക. അതുകൊണ്ട് അഖ്ദിന്റെ മജ്ലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് 2-1 മുഅയ്യനായിട്ട് മാറണം. അതുകൊണ്ട് സലമിൽ കാശ് കൈക്കൊടുക്കാൻ കൊടുക്കന്നെ വേണം. സലമല്ലാത്ത ബൈഉൽ മൗസൂഫിൽ ആ കാശ് ഐന് മുഅയ്യൻ എന്ന സ്വഭാവത്തിലേക്ക് മാറ്റണം എന്ന് ഫിഖിന്റെ കിതാബിൽ ഷർത്ത് കാണും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ തുഹഫയുടെ ഇബാറത്തുകളിൽ തന്നെ ആ സംഗതി കാണും. തുഹഫ 5-ാം വാള്യം 8-ാം പേജിൽ നേരത്തെ പറഞ്ഞിടത്തത് പറയുന്നുണ്ട്. യജിബു തഅയീനു റഅസിൽ മാലി ഫിൽ മജ്ലിസി ഇദാ കാന ഫി ദിമ്മത്തി ലിയഖ്റുജ അൻ ബൈഇ ദൈനി ബിദ്ദൈനി. തുഹഫ 5-ാം വാള്യം 8 സലമിന്റെ ബാബിന്റെ തുടക്കം. മറ്റു ധാരാളം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഓൺലൈനിലൂടെ നമ്മൾ സാധനം കാണാതെ വാങ്ങുന്നു, അത് ബൈഉൽ മൗസൂഫ് ഫി ദിമ്മ എന്ന സ്വഭാവത്തിലേക്ക് വരുന്നു. റുയ്യത്ത് വേണ്ട. പക്ഷേ മജ്ലിസുൽ അഖ്ദ് പിരിയുന്നതിന്റെ മുമ്പ് രണ്ടും ദൈനി എന്നുള്ള അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതുണ്ട്. പുറത്ത് കടക്കാൻ എന്ത് ചെയ്യണം? ഈ കാശോ മബിയൊന്ന് മുഅയ്യനാക്കി മാറ്റണം.
അല്ലെങ്കിൽ കൈവശം കൊടുക്കണം. അതിന് സൗകര്യമുള്ള രൂപം കാണുന്നത് മജ്ലിസ് കണക്കാക്കൽ എങ്ങനെയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കലാണ് ഇപ്പത്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാണ്, മറ്റൊരവിടെ ആയിരിക്കും. മറ്റോ എന്ന് പറയുന്നിടത്തൊരു പ്രശ്നം ഉണ്ടാവും, പിന്നെ സൂചിപ്പിക്കാം. ഇങ്ങനെ വരുമ്പോൾ മജ്ലിസ് കണക്കാക്കേണ്ടത് ഇവിടുന്ന് ഇത് നടത്തുന്നതും ആ വിവരം അവിടെ എത്തുന്നതുമായിട്ടാണ് മജ്ലിസ് കണക്കാക്കേണ്ടത്. ഓൻ ആ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും മജ്ലിസ് നിലനിൽക്കും. ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് നമ്മൾ ഈ കാശ് അദ്ദേഹത്തിന് ആരാണോ സാധനം തരുന്ന ആൾക്കാണ് കൈവശം കൊടുത്താൽ ബൈഉദ്ദൈനി ബിദ്ദൈനി ഒഴിവായി കിട്ടും. കൈവശം കൊടുക്കൽ ഇപ്പൊ എങ്ങനെയാണ്? നേരത്തെ ഒക്കെ പലപ്പോഴും കൈവശം നേരാണ്ട് കൊടുക്കലാണ്. ഇപ്പൊ കൈവശം ചിലപ്പോൾ ഗൂഗിൾ പേ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പല സംവിധാനത്തിലൂടെ അക്കൗണ്ടിൽ എത്തിക്കലായിരിക്കും. അത് മതിയാകുമോ ഇല്ലേ? വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ വിശദമായ ഒരു ചർച്ചയിലേക്ക് ഇവിടെ ഞാൻ കടക്കുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാം, വസ്തുക്കളുടെ ഖബള് ഇഖ്ബാല് എന്ന് പറയുന്നതിൽ ഫിഖ്ഹിന്റെ നിലപാട് അതിന് ശർഅ് കൃത്യമായ ഒരു രൂപം നിശ്ചയിച്ചിട്ടില്ല. ഭാഷയിലും അതിന് കൃത്യമായ ഒരു രൂപമില്ല. അതാത് കാലത്തെ ഉറുഫുകൾക്കനുസരിച്ച് അത് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ഫിഖ്ഹിന്റെ ഒരു കായിദയാണ് അൽ ആദത്തു മുഹക്കമത്തുൻ. അൽ ആദത്തു മുഹക്കമത്തുൻ യാനി അൽ ആദത്തു ഹക്കമഹ ശർഉ. ചില കാര്യത്തിൽ ആദത്തിനെ ഹാക്കിമായി ശർഅ് നിശ്ചയിച്ചിട്ടുണ്ട്. ജമുൽ ജവാമിയിൽ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചില മുത്തഅല്ലിഖുകള് അല്ലെങ്കിൽ പുതിയ കാല ചില പ്രഭാഷകര് ഇസ്ലാം ഇങ്ങനെ അതാത് കാലത്തിനനുസരിച്ച് നിയമത്തിലൊക്കെ മാറ്റം വരും എന്നനുസരിച്ച് കാലത്തിനൊപ്പിച്ച് ഇസ്ലാമിന്റെ നിയമം മാറ്റുന്നവരുണ്ട്. അതിന് ഒരു വായിക്കുന്ന ഒരു ഇബാറത്താണ് അല്ലാദത്തു മുഹക്കമത്തല്ലേ. പിന്നെ ഒരു ചിലപ്പോൾ പറയും തഖ്തലിഫുൽ അഹ്കാമു ബിഖ്തിലാഫിൽ അസ്മാനി. ആ വ്യാഖ്യാനം തെറ്റാണ്. തഖ്തലിഫുൽ അഹ്കാമു ബിഖ്തിലാഫിൽ അസ്മാനി, കാലത്തിനനുസരിച്ച് വിധി മാറും എന്നതിന്റെ അർത്ഥം ഇപ്പൊ വിധി പുതിയത് വന്നു എന്നല്ല. ഇസ്ലാമിൽ നേരത്തെ തന്നെ ചില വിധികൾ തഫ്സീലാണ് ഉണ്ടാകുക, ഇത്ലാഖല്ല. എന്നാൽ നിരുപാധികം ഹറാമ് എന്നോ നിരുപാധികം അനുവദനീയമോ എന്നോ അല്ല ഉള്ളത്. ഇന്ന രൂപത്തിലാണെങ്കിൽ ഹറാമ്, ഇന്ന രൂപത്തിലാണെങ്കിൽ ജായിസ്, ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചില നിയമം ഉണ്ടാകുക. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നത് ആ ഇന്ന രൂപം ജായിസ് നല്ലതായിരുന്നു, പിന്നെ രൂപം മറ്റേക്ക് മാറി. അപ്പൊ നമ്മൾ പറയും മസല മാറി. ഈ മസല ഇപ്പൊ പുതിയ നിയമം വന്നതല്ല. ഉദാഹരണം ഖശിയത്തുൽ ഫിത്ന ഇല്ലെങ്കിൽ ചിലത് ഹറാമില്ല എന്ന് നമ്മൾ പറയും. ഖശിയത്തുൽ ഫിത്ന ഉണ്ടാവുമ്പോഴോ ഹറാമാവും. ഈ നിയമം നേരത്തെ തന്നെ ഉള്ളതാണ് എന്നല്ലാതെ ഓരോ കാലത്ത് ആൾക്കാർ സ്വീകരിക്കുന്നതിനനുസരിച്ചൊക്കെ ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെ മാറ്റി പറയലാണ് അതിന്റെ അർത്ഥമെങ്കിൽ വലിയ ഇസ്ലാം എന്ന സംഗതി ഉണ്ടാകുമോ എന്ന് ഇടയിലൊന്ന് സൂചിപ്പിക്കും. ആദത്ത് മുഹക്കമത്ത് എന്ന് പറഞ്ഞ കായിദയുടെ തന്നെ അർത്ഥം ചില വിഷയങ്ങളിൽ ഇസ്ലാം ആദ്യം തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ അതിനൊരു കൃത്യരൂപം വേണമെന്ന് ശർഅ് പറയുന്നില്ല. ഖബള് എന്ന് പറയുമ്പോൾ ഭാഷയിലും അതിന് കൃത്യരൂപമില്ല. എന്നാ പിന്നെ അതാത് കാലത്തെ ഉറുഫിനനുസരിച്ച് ചെയ്യാം എന്ന് ഇസ്ലാം നേരത്തെ തന്നെ ഒരു വിധി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതാണ് അല്ലാദത്തു മുഹക്കമത്തുൻ. അതിൽപ്പെട്ട സംഗതിയാണ് ഖബള്. അവിടെ വസ്തുക്കൾ കൈവശം വാങ്ങലും കൈവശം കൊടുക്കലും ഒക്കെ അതാത് കാലത്തെ രീതികൾ അതിൽ സ്വീകരിക്കുന്നതിന് വിരോധമല്ല. വിശദമായി വായിക്കുന്നില്ലെങ്കിലും തുഹഫയിൽ തന്നെ ഖബളിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ലിഅന്നൽ ഖബള ലം യുഹദ്ദ ശർഅൻ വലാ ലുഗതൻ. ലുഗത്തിലും ശർഇലും ഖബളിന് ഒരു നിശ്ചിത രൂപം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഫഹുക്കിമ ഫീഹിൽ ഉറുഫു, അതിൽ അതാത് കാലത്തെ ഉറുഫ് പരിഗണിക്കുകയാണ് വേണ്ടത്. ഫുഖഹാ അവർ പറഞ്ഞിട്ടുള്ളത് അവരെ കാലത്തെ ഉറുഫ് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ റൗളയുടെ ഇബാറത്തുണ്ട്, ആദത്തിനനുസരിച്ചാണ് ഖബള് കണക്കാക്കേണ്ടതെന്ന്. ഷാഫി മദ്ഹബുകാരനായ ഇമാം ഖത്താബി മആലിമുസ് സുനനിൽ പറഞ്ഞിട്ടുണ്ട് അൽ ഖുബൂലു തഖ്തലിഫു ഫിൽ അഷിയാഇ ബിഹസബി ഇഖ്തിലാഫിഹാ ഫീ അൻഫുസിഹാ വഹസബി ഇഖ്തിലാഫി ആദാത്തിൻ നാസി ഫീഹാ. വസ്തുക്കളുടെ സ്വഭാവത്തിനും വസ്തുക്കളിൽ ജനങ്ങളുടെ ആദത്ത് പതിവ് രീതി മാറുന്നതിനനുസരിച്ചും ഖബള് മാറും. അങ്ങനെ വരുമ്പോൾ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും രൂപത്തിലൂടെയോ പണം പേ ചെയ്ത് കൊടുക്കുന്നത് ഖബള് വകുപ്പായിട്ട് ഫിഖ്ഹിൽ അംഗീകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കാൻ ഈ ഇബാറത്തുകളും സഹായകമാണ് എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു. നിർത്തുകയാണ് വിഷയം. നിങ്ങൾ ഉദ്ദേശിച്ച കുറേ സംഗതി ഇപ്പം തീരുമാനമായിട്ടില്ല. എന്നാലും മർമ്മമായ ഒരുപാട് സംഗതികൾ തീരുമാനമാക്കാവുന്ന കുറേ മർമ്മങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്ന് നന്നായിട്ട് തെർക്കീതിൽ അക്കലിലോട് കൂടി മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമാകും. പിന്നെ ജുദീയിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പറയല്ലോ ഓരോ ജുദി എനിക്ക് തസവറാണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത് നേരത്തെ നീണ്ട് എഴുതി തരി, ഞാൻ ഇരുന്നിട്ട് ആദ്യം ഒന്ന് വിഷയം എന്താന്ന് പഠിക്കട്ടെ, എന്നിട്ടേ ഹുക്കുമ പറയാൻ പറ്റുള്ളൂ എന്ന് പറയത്തുള്ളൂ. പിന്നെ അപ്പോ ഇനിയൊരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ചില സംവിധാനങ്ങളൊന്നും
അവിടെ വേറെ പ്രശ്നമുണ്ട്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുമല്ല. ചിലപ്പോൾ നമ്മളിവിടെ മൊബൈലിലോ ഇപ്പം എല്ലാം മൊബൈലിൽ തന്നെ മതിയോ, ലാപ്ടോപ്പ് വേണ്ട. എനിക്കറിയില്ല, ഈ മൊബൈലിലുള്ള 100 ഉപയോഗങ്ങളിൽ എനിക്കാകെ 1-2 അറിയുള്ളൂ, ബാക്കി അറിയില്ല. ഇതിൽ ഒരുപാട് സംഗതികളുണ്ട്. ഖൈറുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ജവാദായ മുആമലാത്തുകൾക്ക് ഉപയോഗപ്പെടുത്താൻ അറിയുന്നവർക്ക് അതിൻ്റെ രീതി പഠിച്ചാൽ അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഓൺലൈനിലൂടെ ഒക്കെ ഇടപാട് നടത്തുമ്പോൾ നമ്മളുടെ അപേക്ഷ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതും അതിന് മറുപടി നൽകുന്നതൊന്നും ചിലപ്പോൾ അപ്പുറത്തൊരു മനുഷ്യനാകൂല. അതൊക്കെ അതിൻ്റെ സ്വയം ക്രമീകരിച്ച് വെച്ച ചില സാങ്കേതിക സംവിധാനങ്ങളോ മറ്റോ ആയിരിക്കും. അവർ ചില കമ്പ്യൂട്ടർ നിർമ്മിത ആപ്പുകളായിരിക്കും ഈ മറുപടി തരുന്നത്, അല്ലെങ്കിൽ ചില ചാറ്റ് ബോട്ടുകളാണ് ഈ മറുപടി നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു വ്യക്തി നടത്തുന്ന ഇടപാടായിട്ട് പരിഗണിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന വലിയൊരു ചർച്ച ഫിഖ്ഹിന്റെ ഭാഗമുണ്ട്. അത് എഐ യുഗമാണല്ലോ, അത് കേവലം മെഷീനുകൾ സ്വതന്ത്രമായി, അത് മുക്കല്ലഫാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ച. മുക്കല്ലഫല്ലാതെ നമ്മൾ പറഞ്ഞാലും സ്വതന്ത്രമായി ഓപ്പറേഷൻ നടത്തുന്ന സംവിധാനങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. മനുഷ്യർ ഫത്വ നൽകുന്നവരുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ അത്തരം ആലാത്തുകൾ നമ്മൾ ഏതെല്ലാം വകുപ്പിൽ എങ്ങനെയൊക്കെയാണ് പരിഗണിക്കേണ്ടത് എന്ന് ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ ഒരു ചർച്ചയ്ക്ക് ഇടമുള്ള വിഷയമാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടൊന്ന് പറയാം, അവിടെ അത് അത്ര വലിയ വിഷയമൊന്നും ആക്കണ്ട. അതിപ്പോ മുമ്പേ ഉണ്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു പെപ്സി ഒരു പെട്ടി സാധനം പേരൊന്നും എനിക്കറിയില്ല, പെട്ടി, അതിൽ നമ്മളൊരു കോയിൻ, ഇയാളുടെ കോയിൻ ഇട്ടാൽ പെപ്സി കുപ്പിണ്ട് വന്ന് ചാടും അല്ലേ. മുമ്പേ ഞാൻ കണ്ടതാണ്, പുറത്തല്ല കുറേ മുമ്പേ ഉള്ളതാണ്. ഇപ്പോഴും നമ്മളൊക്കെ ടൗണിൽ തന്നെ ചിലതിൽ കോയിൻ ഇട്ട് കൊടുത്ത സാധനം ചാടിയിട്ട് അറുത്ത് പോരാ, അങ്ങനെ സംവിധാനങ്ങളുണ്ട്. ഞാനത് ആദ്യം പെപ്സിയിലാണ് കണ്ടത്, 95-ലോ 96-ലോ ഹജ്ജിന് പോയപ്പോൾ അവിടെയാണ് ഈ സാധനം കണ്ടത്, ഇങ്ങനെ പെട്ടി വെച്ചിരിക്കണേ. അപ്പം എൻ്റെ കൂടെ ഉള്ള ആൾ കാണിച്ചു തന്നു, ഇതിൽ ഇതാണ്ട് ഇട്ടാൽ ഏത് ചാടി വരും, പെപ്സി കുപ്പി ചാടി എടുത്ത് കുടിക്കാം. ഇപ്പൊ അവിടെ നമ്മൾ മുഷ്തരിയാണെന്ന് പറയാം, ബായി മെഷീനാ, അവിടെ ഒരു ബായിനൊന്നും കാണില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അതെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും നിയമമല്ല. സാമ്പത്തിക ഉപയോഗങ്ങളിൽ ഇസ്ലാം കൃത്യമായി ഹറാമാക്കിയ ത്വരീഖ് അത് പിന്നെ തറാദ് കൊണ്ട് ശരിയാവൂല, പൊരുത്തപ്പെട്ടാ പോരെ എന്നുള്ള ചോദ്യം എല്ലായിടത്തും പറ്റൂല. റിബയും സിനയും ഒന്നും തറാദ് കൊണ്ട് ഹലാലായി മാറൂല. റിബയും സിനയും ഒന്നും പരസ്പരം പൊരുത്തപ്പെട്ടത് കൊണ്ട് ജായിദായി മാറൂല ശറഇല്. അതേസമയം അത്തരം മൻഹിയല്ലാത്തൊരു സംഗതി, എൻ്റെ ഒരു സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ, നിങ്ങളുടെ സമ്പത്ത് എനിക്കെടുത്ത് തിന്നാനോ ഉപയോഗിക്കാനൊന്നും ഒരാൾക്ക് തന്നെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു നെന്നുരിതുണ്ടായാൽ മതി, നിങ്ങൾ ആ സമ്പത്ത് ഞാൻ എടുത്ത് ഉപയോഗിക്കൽ അനുവദനീയാണ് എന്ന് നിങ്ങൾക്ക് റിളയുണ്ട് എന്ന് എനിക്ക് യക്കീനോ തന്നെ ഉണ്ടായാൽ ശറഇൽ അത് ജായിദാണ്. അതിനിപ്പോൾ ഒരാൾക്ക് പോലും നടത്തേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സംവിധാനം അതിൻ്റെ മാലിക്ക് സ്ഥാപിച്ചിരിക്കുന്നു, കമ്പനി അത് സ്ഥാപിച്ചിരിക്കുന്നു, നിശ്ചിത കാശായി കിട്ടാൻ നമുക്കത് ലഭ്യമാവും. അത് നമ്മൾ എടുത്ത് ഉപയോഗിക്കൽ ജായിദാണ് എന്ന് നമുക്ക് തീർത്ത് പറയാം. അവിടെ ഒരു അക്തുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ആലോചിക്കണം എന്ന് മാത്രം. കാശൊന്നും തരാതെ തന്നെ നിങ്ങളുടെ ഒരു വസ്തു, ഒരു സമ്പത്ത് ഞാൻ എടുത്ത് ഉപയോഗിക്കൽ നിങ്ങൾക്ക് തൃപ്തിയാണെന്ന് എനിക്ക് തന്നുണ്ടെങ്കിൽ അത് ജായിദല്ലേ. അപ്പൊ പിന്നെ അവിടെ കുറച്ച് കാശ് വെച്ചിട്ട് ഞാൻ എടുത്ത് ഉപയോഗിക്കൽ നിങ്ങൾക്ക് ഏതായാലും തൃപ്തിയാണെന്ന് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലോ അത് ഏതായാലും ജായിദല്ലേ. ഈആബിന്റെ ഇബാറത്ത് തർശീഹ് ഉദ്ധരിച്ചത് ഇതുപോലുള്ള ഒരുപാട് സംവിധാനങ്ങളിൽ മനസ്സിലാക്കാൻ ഉപകാരപ്പെടുന്നതൊന്ന് വായിച്ച് കളിപ്പിക്കാം. ഇബ്നു ഹജർ തങ്ങളുടെ ഈആബിന്റെ ഇബാറത്ത് തർശീഹ് ഉദ്ധരിക്കുകയാണ്. മുആത്താത്തിന്റെ ചർച്ചയിലാണ്. ലക അൻ തഖൂല അൽ കലാമു ജമീഉഹു മഫ്റൂദുൻ ഫീമൻ ലം യഅലം ഔ യദുന്ന റിദൽ മഅഖൂദ് മിൻഹു വലൗ ബിലാ ബദലി. മുആത്താത്ത് പോരാന്നൊക്കെ പറയുന്നത് ദന്നുരിദല്ലാത്തോർത്തിക്ക. അമ്മാ മൻ അലിമ ഔ ലന്ന റിദാഹു, ഈ സാധനം ഞാൻ എടുക്ക അവന് ജായിദ തൃപ്തിയാണെന്ന് എനിക്കറിയാമെങ്കിൽ فلا يتأتى فيه خلاف المعاطات لأن الفقهاء إذا جوزوا له الآخذ من ماله مجانا مع علم الرضا أو ظنه فلأن يجوز الآخذ عند بذل الشيء أولى. ഒന്നും കൊടുക്കാതെ തന്നെ അവൻ്റെ എടുത്ത് ഉപയോഗിക്കലോ അവനക്ക് തന്നുണ്ട് റിളുണ്ട് നിനക്ക് തന്നുണ്ടെങ്കിൽ അനുവദനീയാവും. എന്നാ പിന്നെ പകരം കാശ് വെച്ചിട്ടാണെങ്കിൽ ഏതായാലും അനുവദനീയമാകൂലേ. ലിഅന്നൽ മദാറ ലൈസ അലാ ഇവദിൻ വലാ അദ്മിഹി ബൽ അലാ ദന്നി റിളാ ഫഹൈസു ഉജിദ ഉമില ബിഹി وحينئذ لا يكون أخذه من باب العقد باب البيع بل من باب العمل بظن الرضا.
വഅജീബുൻ മിനൽ അയിമ്മത്തി കൈഫ അഗ്ഫലു അൻ ഹാദാ. ഇതെന്തേ അവർ പറയാതെ പോയത്? വകഅന്നഹും വക്കലൂഹു ഇലാ കൗനിഹി മഅലൂമൻ. ഫിഖ്ഹുമായി ബന്ധമുള്ള ആർക്കും അത് മഅലൂമായതുകൊണ്ട് പറയാതിരുന്നതാണ്. വളരെ വ്യക്തമായ മഅലൂമുകളെല്ലാം അവർ പറയില്ലാന്നും എല്ലാം അവർ പറയണമെന്ന് വാശി പിടിക്കരുതെന്നും പണ്ടൊരു ചർച്ചയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വിഷയാവതരണം അവസാനിപ്പിച്ചു. സമയം ഒരുപാടായല്ലോ. നിങ്ങളിങ്ങനെ കേട്ടിരുന്നപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീണ്ടു പോയിട്ടുണ്ട്. കൂടുതൽ നിങ്ങളുടെ ഫുർവയ്യാത്തിലേക്ക് കടന്നിട്ടില്ല. പറഞ്ഞല്ലോ കുറേ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ ഫുർവയ്യാത്ത് നിങ്ങൾ പറഞ്ഞാൽ തന്നെ എനിക്ക് തസവറാക്കി എടുക്കാൻ പെട്ടെന്ന് കഴിയുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. കാരണം എന്താണ്, അതുകൊണ്ട് ഫുർവയ്യാത്തിലേക്ക് കൂടുതൽ കടന്നിട്ടില്ല. തൽക്കാലം വിഷയാവതരണം അവസാനിപ്പിച്ചു. വളരെ അത്യാവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സമയം പോലെ ഓർമ്മയിലുള്ളതനുസരിച്ച് പറയും. ചിലത് എനിക്ക് നിങ്ങളെ പറയുന്ന രൂപം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് വെക്കുമ്പോൾ ഇപ്പോൾ പറയാൻ പറ്റൂല എന്നും പറയും. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.